യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മധ്യാഹ്ന സമയം തൃശൂർ കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനും കൂട്ടായ്മ ആചരിപ്പാനും കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനും വലിയവനായ ദൈവം ഒരുക്കിയ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശിഷ്യ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, ദാസിമാർ, കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചു എന്ന കാരണത്താൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ കൂടുവാൻ വലിയവനായ ദൈവം അവസരം ഒരുക്കി. ഇവിടെ നിന്നുകൊണ്ട് ദൈവവചനം പങ്കുവെക്കുമ്പോൾ എന്റെ ഉള്ളിലൊരു ചിന്ത കടന്നു വരുന്നു. 12-ാം മണി നേരത്ത് വേലയ്ക്ക് വിളിക്കപ്പെട്ട എനിക്ക് സ്വർഗം അസാധാരണമായൊരു ഭാഗ്യം നൽകി. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്റെ പേര് വിളിച്ചപ്പോ മുന്നോട്ട് കടന്നു വന്ന് ദൈവവചനം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞപ്പോ ആദ്യ ദിവസം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ സൂചിപ്പിച്ചു, ഒരു ഷോക്ക് ഉണ്ടായി അകത്ത്. കുറച്ചു നേരത്തേക്ക് ഷോക്ക് അങ്ങനെ നിലനിന്നു. അതുകൊണ്ട് വചനം പറയാനും ബുദ്ധിമുട്ടി. ഇന്നലെ രാത്രിയും കർത്താവിന്റെ ദാസൻ എന്റെ പേര് വിളിച്ചപ്പോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ എന്റെ പേര് അനൗൺസ് ചെയ്തു. ദൈവവചനം അതങ്ങനെ അനുശാസിക്കുന്നു. തിമോത്തിയോസേ, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുക. അത് ഐശ്വര്യമായി ശക്തിയോടെ അധികാരത്തോടെ പ്രസംഗിക്കുക. അതിന് സമയമോ സാഹചര്യമോ സന്ദർഭമോ അതൊന്നും നാം അല്ല തീരുമാനിക്കുന്നത്, പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് തീരുമാനിക്കും, പ്രസംഗിക്കുക. അതുകൊണ്ട് ഈ പകൽ നിയോഗം എന്റെ മേൽ വന്നിരിക്കുന്നു. വന്നിരിക്കുന്ന നിയോഗത്തിൽ അധികാരമുണ്ട്. വന്നിരിക്കുന്ന നിയോഗത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ആലോചനകൾ വെളിപ്പെട്ടു വരും. നമ്മുടെ മുമ്പാകെ ഇരിക്കുന്ന ഈ പുസ്തകം, ഇത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. അതേസമയം നമ്മുടെ പൂർവന്മാരായ മുൻഗാമികളായിരിക്കുന്ന പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിലെ ജയാപജയങ്ങളുടെ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല കാര്യങ്ങളുടെയും പരാജയങ്ങളുടെയും ജയത്തിന്റെയും ദൃഷ്ടാന്തം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകം തുറക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇത് ദൃഷ്ടാന്തമായി ഇരിക്കുന്നു. നമ്മുടെ നേരെ ചുണ്ടുപലകയായി, നമ്മുടെ നേരെ മീൻസ് നിങ്ങളുടെ നേരെ നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നേരെ, വാക്കുകൾ ഞാൻ സൂക്ഷിച്ചുപയോഗിക്കുന്നു. നമ്മുടെ നേരെ അത് ചുണ്ടുപലക പോലെ വെളിപ്പെട്ടു വരും. അപ്പോൾ ആ ചുണ്ടുപലക നമ്മെ എങ്ങോട്ട് തിരിക്കുന്നു, ശാന്തമായി അതിനെ ഏൽപ്പിച്ച് വിധേയപ്പെടുത്തി കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത, സമാധാനം, സന്തോഷം വെളിപ്പെട്ടു വരും. അല്പം മുമ്പ് നാം കേട്ടുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം ആരംഭത്തിൽ കർത്താവിന്റെ ദാസൻ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ സ്പർശിച്ചുകൊണ്ട് സൃഷ്ടി മുതലുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ എന്റെ പേരെങ്ങാനും വിളിക്കുമോ, പ്രസംഗപീഠത്തിലേക്ക് വിളിക്കുമോ? അങ്ങനെയെങ്കിൽ തൃശൂരിൽ കഴിഞ്ഞ വർഷം പ്രസംഗിച്ചതിന് ശേഷം ഇന്നേക്കൊരു 10 മാസം പിറകിൽ ഞാൻ ദൈവസന്നിധിയിൽ, കർത്താവേ നിങ്ങളുടെ വരവ് താമസമെങ്കിൽ തൃശൂരിലെ പ്രിയപ്പെട്ടവർ ഈ വർഷവും ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഒരേ പ്രത്യാശയുള്ളവർ, അവങ്കലി പ്രത്യാശയുള്ളവർ എന്ന് യോഹന്നാൻ പറയുന്നത് പോലെ ആ പ്രത്യാശയില്ലെങ്കിൽ ഈ വെയിലത്ത് വന്ന് നിങ്ങൾ ഇരിക്കത്തില്ല. ആ പ്രത്യാശ നിങ്ങളുടെ അകത്ത് തിരത്തള്ളുന്നു എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഈ ചൂട് സഹിച്ച് തിരുവചനം കേൾക്കാനും അതുപോലെ തന്നെ കൂട്ടായ്മ ആചരിപ്പാനും ഇവിടെ ആയിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവരോട് ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ അതിനായി തുറക്കേണ്ടുന്ന വചനത്തിന്റെ ഭാഗങ്ങളിലേക്ക് എന്റെ ചിന്ത പോയപ്പോൾ കർത്താവ് എന്റെ ഉള്ളിൽ തന്ന പ്രേരിപ്പിച്ച വചനവുമായി ആദ്യ ദിവസം പറഞ്ഞ കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊരു ചിന്ത വന്നു. പക്ഷെ ഇന്നലെ രാവിലെ എനിക്ക് മനസ്സിലായി അത് പരിശുദ്ധാത്മാവിൽ എന്റെ ഉള്ളിൽ 10 മാസങ്ങൾക്ക് മുമ്പ് എഴുതി വരച്ചു വെച്ച കാര്യമാണ്. ആ 10 മാസം മുമ്പ് എഴുതിയെങ്കിലും അന്നു മുതൽ ആ എഴുതിയ കാര്യത്തിന്റെ ശോഭ അശേഷം കുറഞ്ഞു പോയിട്ടില്ല. കാര്യങ്ങൾ ശക്തിയോടെ അതേ നിലയിൽ തന്നെ നിൽക്കുന്നു. അതിനാധാരമായി തിരുവചനത്തിലേക്ക്, ആ പ്രകാശിപ്പിച്ച വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ലാമെന്റേഷൻസ് 5:21, വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ അൻപുള്ള പിതാവേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾ അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ നിന്ന് തുടർമാനമായി ഏതാത്മാവിൽ അങ്ങയുടെ ദാസൻ സംസാരിച്ചോ അതേ പരിശുദ്ധാത്മാവ്, വ്യക്തി മാറിയാലും മാറാത്ത പരിശുദ്ധാത്മാവ് തന്റെ ജനത്തോട് സന്ദേശം അറിയിക്കുവാൻ ഇവിടെ ശക്തിയോടെ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളെ ഒരുമിച്ചിന്ന് പകൽ സ്വർഗീയ സ്വരം കേൾപ്പിക്കണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് അങ്ങ് ആഗ്രഹിക്കുന്നത് എത്ര ഡെപ്തിലാണോ, ഞങ്ങൾ എത്ര അകലത്തിലാണോ അത്രത്തോളം ഞങ്ങളെ മടക്കിക്കൊണ്ടുവരേണ്ടതിന് ഇന്ന് പകൽ സ്വർഗത്തെ ദൈവം ഇടയാക്കണം. അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ അല്പം പോലും മറയില്ലാതെ ഒരു വാക്കും വിട്ടുകളയാതെ തന്റെ ജനത്തെ കേൾപ്പിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഒരിക്കൽ കൂടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ദൈവവചനം അറിയാവുന്ന, കാലങ്ങളായി ആഴമേറിയ ദൈവവചനം കേൾക്കുന്ന തൃശ്ശൂരിലുള്ള വിശുദ്ധന്മാരോട് ഈ വേദഭാഗം തുറന്നു വെക്കുമ്പോൾ പ്രസംഗിക്കാതെ ഈ വചനത്തിനകത്തുള്ള ശക്തി, വചനത്തിനകത്ത് അന്തർലീനമായിരിക്കുന്ന വരികൾക്കിടയിലെ അർത്ഥം നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇത് എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചും വചനങ്ങളെ കോർത്തിണക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ എത്ര വചനങ്ങൾ ഇനി പറഞ്ഞാലും അതിലെല്ലാം മുമ്പിൽ ശോഭയോടെ ശക്തിയോടെ നിൽക്കുന്ന വചനമാണ്. ഈ വചനം ഇന്ന് പകൽ ദൈവം നമ്മുടെ നേരെ ഒരു ചൂണ്ടുപലക പോലെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടേയുള്ള ആ നല്ല കാലത്തിലേക്ക് ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ എന്ന് കരഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ നടുവിൽ പ്രവചിച്ചു നടന്ന കരയുന്ന പ്രവാചകനായ ഇരമ്യാവ് എഴുതി വെച്ച പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഒരു ഹൃദയ തകർച്ചയോടെ, ഹൃദയ വേദനയോടെയാണ് ദൈവത്താൽ ആക്കപ്പെട്ട ആ ശുശ്രൂഷകൻ തന്റെ ജനത്തിനു വേണ്ടി, ദൈവത്തിന്റെ ജനം, ആ ജനം എങ്ങനെയുള്ള ജനമായിരുന്നു അറിയാമോ? അതിന് 4-ാം അധ്യായത്തിന് 1-2 വാക്യം ഒന്ന് വായിച്ചാണ്. അയ്യോ, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീതികളുടെയും തലക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോടെ തുല്യരായിരുന്ന സിയോന്റെ വിശുദ്ധപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ? ലാമെന്റേഷൻസ് 4:1-2 നമ്മൾ വായിച്ചത് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യമാണ്. തങ്കത്തോട് തുല്യമായിരുന്ന, ശോഭയോടെ ഇരുന്ന, കൂടുതൽ വിശദീകരിക്കുന്നില്ല, ആ ജനത്തിന്റെ മഹത്വം വരച്ചു കാണിച്ചിരിക്കുന്നു. അത്രയും മഹത്വവും കാര്യങ്ങളും ഒക്കെ പണ്ടുണ്ടായിരുന്ന ജനം ഇന്ന് എവിടെയാ? പ്രവാസത്തിൽ, ബാബിലോണിയൻ പ്രവാസത്തിൽ കിടക്കുന്നു. പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ ഓർത്ത് ഭാരത്തോട് എഴുതിയിരിക്കുകയാണ്, ആ പണ്ടുള്ള പഴയ കാലത്തിലേക്ക് ഈ ജനത്തെ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ. ദൈവസന്നിധാനത്തെങ്കിൽ അദ്ദേഹത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥന, ഇരമ്യാവിന്റെ ഹൃദയഭാരം, ഈ ജനത്തെ പഴയ കാലത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണമേ. എത്ര ശോഭയോടിരുന്ന ജനം! പണ്ടേയുള്ള കാലം എന്ന് പറയുമ്പോൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമി വഴിയായി കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവരും കണ്ടതാ, നാട്ടുകാരെല്ലാം കണ്ടതാ. ഇസ്രായേലും കണ്ടതാ, ശത്രുക്കളും കണ്ടതാ. ദൈവം ആരെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നും. അത്രയും മഹാനും ഭയങ്കരനുമായ ദൈവം അവരോട് കൂടെ ഇരുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഈ ശോഭയൊക്കെ അവർക്ക് ലഭിച്ചത്. ഈ മഹത്വവും മഹിമയൊക്കെ അവരുടെ മേൽ വന്നതിന്റെ കാരണം ഇതെല്ലാമുള്ള ദൈവം അവരുടെ നടുവിൽ വസിച്ചു. അവരുടെ നടുവിൽ ആ ദൈവം എപ്പോഴെല്ലാം വസിച്ചോ, ഏത് സമയങ്ങളിലെല്ലാം വസിച്ചോ, ആ സമയങ്ങളിലെല്ലാം അവർ അജയ്യരായിരുന്നു, അവർ ഉഗ്രന്മാരായിരുന്നു, അവർ ശക്തിശാലികളായിരുന്നു, പ്രഭയുള്ളവരായിരുന്നു. എന്നാൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമി വഴിയായി കൊണ്ടുവന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒന്ന് തിരിച്ചുപിടിക്കാൻ ശത്രു ആലോചന വെച്ചു. പിന്നത്തേതിൽ വഴിയാത്രയിലെല്ലാം അവരുടെ ജീവിതത്തിൽ പതിയിരിപ്പുകൾ ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ഹിസ്റ്ററിയാണ്. ഈ ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ലെന്ന് ഇന്നലെയും കേട്ടു. ജാതികളോടുകൂടെ എണ്ണപ്പെടാതെ
കൃത്യമായ നിലയിൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ആ ജനത്തെ അങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുകയാണത്, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല, തനിച്ചു പാർക്കുന്ന ജനമെന്ന് പറഞ്ഞ ആ ജനമാണ് ഇപ്പോൾ പ്രവാസത്തിൽ ബാബിലോണിൽ നെബൂഖദ്നേസറിന്റെ കാൽ കീഴിൽ കിടക്കുന്നത്. ദൈവത്താൽ നടത്തപ്പെട്ട ജനം, തനിച്ചുപാർത്ത ജനം, ആ തനിച്ചുപാർക്കൽ വേർപാടിൽ നിന്നകന്നപ്പോൾ പ്രവാസത്തിലേക്ക് പോകുവാൻ കാരണമായി. ദൈവത്തിന്റെ ദാസനായ അവരുടെ നായകനായിരുന്ന മോശ വഴി അവരെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ ജയങ്ങൾ അവരുടെ മുമ്പിൽ സീഗോനും ഓഗുമെല്ലാം ഒന്നുമല്ലാതെയായി. എരിഹോ ദേശക്കാരുടെ ഹൃദയം ഉരുകിപ്പോയി. സഹോദരങ്ങളെ, എത്ര മഹത്തരമായൊരു പഴയ അനുഭവം! അങ്ങനത്തെ അനുഭവത്തിലൂടെ വന്ന ആ ജനം ഇന്ന് പ്രവാസത്തിൽ കിടക്കുന്നു. ഇതെല്ലാം പറയുമ്പോൾ പ്രിയരായ നിങ്ങൾ ചിന്തിക്കും, ഇതെന്താ ഇപ്പോ ഇങ്ങനെ പറയുന്നതെന്ന്. അതിന് കുറച്ചും കൂടി നമുക്ക് വിശദമായി പുസ്തകത്തിലേക്ക് തിരിയുമ്പോൾ ഈ ജനം പ്രവാസത്തിലേക്ക് പോകാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഇടയിലെ മുന്നറിയിപ്പുകാരനും പരീക്ഷകനും അവരുടെ ഇടയിൽ അവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കാൻ ദൈവം നിർത്തിയ ശുശ്രൂഷകനായിരുന്നു, പ്രവാചകനായിരുന്നു യിരെമ്യാവ്. അനാഥോത്തിലെ പുരോഹിതനായ ഹിലിക്കിയാവിന്റെ മകൻ ആ വഴിക്ക് പോകാതെ ദൈവഹിതം അറിഞ്ഞ് ദൈവത്തിനു വേണ്ടി തിരിഞ്ഞ് ഈ ജനത്തെ തിരിക്കാൻ തിരിഞ്ഞു വന്നു. ആ യിരെമ്യാവ് അവരോട് പലവട്ടം പറഞ്ഞു, പ്രവചിച്ചു. ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിന്നുകൊണ്ട്, സഹോദരങ്ങളെ, പ്രിയരെ, ഇത് ശരിയല്ലെന്ന്. എന്ത് ശരിയല്ലെന്ന്? യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഇപ്പൊ വീണ്ടും നമ്മൾ പഴയ പ്രവാസത്തിന് മുമ്പുള്ള കാലത്തിലേക്ക് വേഗം ഒന്ന് കയറുകയാണ്. ഇപ്പോൾ പ്രവാസത്തിൽ ഇരിക്കുന്ന സമയത്താണ് മടങ്ങി വരേണ്ട കാര്യം പറഞ്ഞത്. മടങ്ങി വരുന്നതിന് മുമ്പ് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതൊന്ന് വായിച്ചേ. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? അതിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ 26-27 കൂടെ വായിച്ചേ. ജെറമായ 5:26-27. എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. ഒരു നിമിഷം, എവിടെയാ കാണുന്നത് പ്രിയരേ? മോവാബ്യരുടെ ഇടയിലാണോ, അമോര്യരുടെ ഇടയിലാണോ, അമോല്യക്കരുടെ ഇടയിലാണോ? എവിടെയാ കാണുന്നത്? മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കി BC 1446 ഏകദേശം BC 1446 മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന് തന്റെ മഹത്വത്തിന് കീഴിൽ നടത്തിയ ആ ജനത്തിന്റെ ഇടയിൽ ഇപ്പോൾ ആരെ കാണുന്നു? ഒന്നുകൂടെ വായിക്കും. എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കുടുക്കുവെച്ച് മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പശു നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നിരിക്കുന്നു. അവർ പുഷ്ടിവെച്ച് മിന്നുന്നു. ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു. അവർ അനാഥർക്ക് ഗുണം വരത്തക്കവണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല. ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല. മതി. ഈ വായിക്കപ്പെട്ട 2 വേദഭാഗങ്ങളും അല്പം വിസ്മയകരം തന്നെയാ. ഇതിന്റെ നടുവിലേക്ക് ഒരുവൻ ശുശ്രൂഷയുമായി കടന്നു വരണമെങ്കിൽ ബാക്കിലൊരു സാധനം വേണം, നട്ടല്. ഇത്രയും ഭയങ്കരവും ഭീകരവുമായ കാര്യം ജനത്തിന്റെ നടുവിൽ നടക്കുന്നു. പുരോഹിതനും പ്രവാചകനും പ്രമാണി എല്ലാം ഒരു കൈയായി നിന്ന് ഗ്ലോറി പറയുന്നു. അതിന്റെ നടുവിൽ ഇതാ സത്യം, ഇതാ വേദം, ഇതാ ക്ലിയർ, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു വരണമെങ്കിൽ അത് ഉയരത്തിലെ ആലോചന വേണം, ഉയരത്തിലെ ശക്തി വേണം. ആ ഉയരത്തിലെ ആലോചനയാൽ യിരെമ്യാവ് അവർക്ക് ഈ സിറ്റുവേഷനിൽ ബുദ്ധി പറയുക. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ മടക്കി വരുത്തണമെന്ന് നമ്മൾ വായിച്ചു. അത് എവിടേക്ക് മടങ്ങി വരണം? 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ജെറമായ 6:16. എവിടേക്ക് മടങ്ങി വരണം? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഞാൻ പ്രസംഗിച്ചു തുടങ്ങുന്നതും പറഞ്ഞു വരുന്നതിന്റെ ഒരു ചുരുക്കം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി തുടങ്ങി. ഒന്നുകൂടെ വായിച്ചു ദേവദാസനെ.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന്, കറക്റ്റ് വേ ഏതെന്ന്, പഴയ പാതകളെ നോക്കി പണ്ടേയുള്ള പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി. ആ പാത ചോദിച്ചന്വേഷിച്ച് പഠിച്ച് മടങ്ങുക. ആ പാതയിൽ വന്നാൽ മാത്രം പോരാ, വന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ 8-ാം വാക്യം, ജെറമായ 6:8. യെരൂശലേമേ, എന്റെ ഉള്ളം നിന്നെ വിട്ട് പിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. ഇത്രയുള്ള വിഷയം. പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ കാതൽ, യെരൂശലേമേ, ഹുങ്കുള്ള ജനമേ, ദൈവത്തിന്റെ ആലയമുണ്ടെന്നുള്ള ഹുങ്ക്, ദൈവിക കാര്യപരിപാടികൾ ഞങ്ങളിലൂടെ അല്ലാതെ നടക്കില്ലെന്ന് ധാർഷ്ട്യമുള്ള ജനമേ, മടങ്ങുക പഴയ പാതയിലേക്ക്. പഴയ പാതയിൽ വന്ന് ഉപദേശം കൈക്കൊള്ള്. ഉപദേശം നഷ്ടപ്പെട്ടിരിക്കുന്ന കാലത്താണ് BC 626 യിരെമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവരുടെ നടുവിലൂടെ ഏകനായി പ്രവചനാത്മാവിൽ പ്രവചിച്ച് നടക്കുന്നത്. കൂടെ ഒരു സ്തോത്രം പറയാൻ ആരുമില്ല, കൂടെ ഒരു ടീമുമില്ല, ആരുമില്ല, ഒന്നുമില്ലാതെ രാജാവിനോടും, സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനോടും, കള്ളപ്രവാചകനായ പശൂരിനോടും, പുരോഹിതന്മാരോടും, പ്രവാചകന്മാരോടും, സകലരോടും ദൈവത്തിന്റെ ആലോചന യിരെമ്യാവ് പറയുക. പഴയ പാതയിലേക്ക് മടങ്ങുക, ഉപദേശം കൈക്കൊള്ള്. ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ ചട്ടവും അറിഞ്ഞിട്ട് മതി കാര്യങ്ങൾ. അതിന്റെ താഴെ നമ്മൾ വീണ്ടും വായിക്കും, 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ജെറമായ 6:20. അവിടെ എഴുതിയിരിക്കുകയാണ് ഇങ്ങനെ, വായിക്കേ. സഭയിൽ നിന്ന് കുന്തുരുക്കവും ദൂരദേശത്ത് നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്? നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് ഇഷ്ടവുമില്ല. ദൈവം തന്റെ ദാസനായ യിരെമ്യാവിലൂടെ ഇസ്രായേലിനോട് പറയാണ്, ദൈവജനത്തോട് പറയാണ്, നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. അങ്ങനെ അരുളപ്പാട് കിട്ടി പിറ്റേ ദിവസം ഗോദറേജിന്റെ ഒരു താലി മേടിച്ച് യെരൂശലേം ദേവാലയം പൂട്ടാൻ പറ്റുമോ? അങ്ങനെ അങ്ങ് പൂട്ടാൻ പറ്റുമോ? പ്രവാചകൻ അങ്ങനെ പലതും പറയും. അത് ബാംഗ്ലൂരിൽ നിന്നും പല ഊരിൽ നിന്നും വന്ന് പലരും പറയും. നമുക്കിപ്പോ ഈ പരിപാടി പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റുമോ? അല്ല, പെട്ടെന്ന് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അടുത്ത ഞായറാഴ്ച പോകാതിരുന്ന അയൽവാസികൾ ചോദിക്കില്ലേ എന്താ വീട്ടിയിരിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ആളുകളോടൊക്കെ മറുപടി പറയാൻ ബുദ്ധിമുട്ട് വരുമ്പോ പിന്നെ നമ്മൾ അങ്ങ് പോകും. അതല്ല ഇവിടെ വായിക്കുന്നതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കുമെന്ന അർത്ഥം. അങ്ങനെ ഹോമയാഗങ്ങളും യാഗങ്ങളും നടത്തിയതുകൊണ്ട് ഞാൻ പ്രസാദിക്കില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ നടത്തുന്ന കാര്യപരിപാടികളിൽ ഉപദേശമില്ലാതെ, വചനത്തിന്റെ പ്രമാണത്തിന്റെ കൃത്യതയില്ലാതെ, ഇട വ്യതിചലിക്കാതെ, ചെയ്യാൻ കഴിയാതെ ചെയ്യുകയാണെങ്കിൽ ദൈവപ്രസാദം പ്രതീക്ഷിക്കരുത്. ദൈവത്തിന്റെ ആലോചന ഇല്ലാതെ, ദൈവത്തിന്റെ ക്രമീകരണങ്ങളില്ലാതെ, സ്വന്തം ബുദ്ധിയിൽ ഊന്നി ജഡത്തിനും മനോവികാരങ്ങൾക്കും വശംവദരായി നാം ചെയ്തു കൂട്ടുന്ന കാര്യപരിപാടിക്ക് സ്വർഗം ആമേൻ പറയത്തില്ലെന്ന് വായിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉപദേശം കർക്കശ്യമാണ്. അത് ദൈവത്താൽ ആക്കപ്പെട്ടതാണ് കാര്യങ്ങൾ. ആ ഉപദേശ സംഹിതകളെ ഹൃദയപൂർവം തന്നെ, അങ്ങനെയാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ആ ഉപദേശ രൂപത്തെ, ഫോം ഓഫ് ഡോക്ട്രിൻ, ആ ഉപദേശ രൂപത്തെ ഹൃദയപൂർവം കൈക്കൊള്ളണം, അതിൽ നിലനിൽക്കണം, അതിൽ ആശ്രയിച്ച് അതിൻ പ്രകാരം തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ അപജയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ യൗവനക്കാരായ 15ഉം 20ഉം 8 വയസ്സിലും 7 വയസ്സിലൊക്കെ സ്നാനം തുടങ്ങിയപ്പോ, ശിശു സ്നാനമൊക്കെ നമ്മുടെ ഇടയിലും വ്യാപകമായി. 8ഉം 10ഉം 15ഉം 20ഉം 25ഉം വയസ്സായ നമ്മുടെ യൗവനക്കാരോടും യൗവനക്കാരത്തികളോടും ഓരോ കാര്യങ്ങളിലെ ഉപദേശ വിഷയം അന്യൊരാൾ ചോദിച്ചാൽ, സഹോദര ദയവായി എന്നെ വെറുതെ വിടൂ എന്നല്ലാതെ നമ്മുടെ യൗവനക്കാരെന്ത് പറയും? സഹോദരന്മാരെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ധാരാളം നഴ്സിംഗ് കോളേജും അല്ലാത്ത കോളേജും ആ കോളേജും ഈ കോളേജും എല്ലാ കോളേജും ഉള്ള ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എല്ലാം പഠിപ്പിക്കാൻ ഉന്നത ബിരുദങ്ങൾക്കും വലിയ ശമ്പളം കിട്ടുന്ന ജോലികൾക്കും പഠിപ്പിക്കാൻ അയക്കുന്നത് ബാംഗ്ലൂരിലേക്ക്.
ആയിരങ്ങൾ 10,000 പെന്തിക്കോസ് കുഞ്ഞുങ്ങൾ അവിടെ വന്ന് പഠിക്കുന്നു. പക്ഷെ കുത്തഴിയുന്നു. ഈ രണ്ട് കണ്ണും സാക്ഷിയായി സ്വർഗത്തെയും ഭൂമിയെയും സാക്ഷി വെച്ച് തന്നെയാണ് പറയുന്നത്. കണ്ണും കൊണ്ട് കാണുന്ന കാര്യങ്ങൾ നമ്മുടെ പിൻതലമുറ സംഖ്യാപുസ്തകം പറയുന്നത് പോലെ മോവാബ്യ സംസ്കാരത്തിലേക്ക് ഇടകലരുന്നു. വിശുദ്ധ ജനത്തെ എപ്പോഴും കലർപ്പിലേക്ക് നടത്താൻ സാത്താൻ പദ്ധതിയൊരുക്കുന്നു. ഉപദേശത്തിന്റെ കാവലാളുകളാകേണ്ടുന്ന നാം ഉറങ്ങുന്നു. കഴിഞ്ഞ മാസം തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു സഭയിൽ പ്രസംഗിച്ചപ്പോ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ എന്നെ അങ്ങ് ഹേമിക്കുകയാണ്. ശക്തിയോടെ പ്രവചനാത്മാവിൽ പറഞ്ഞു, നിന്റെ മകളെ ഫ്രഞ്ച് പഠിപ്പിക്കുകയല്ല ഇപ്പൊ വേണ്ടത്. നിന്റെ മകൾ 20 വയസ്സായ മകൾ അഭിഷേകം പ്രാപിച്ചോ? അവൾക്ക് വചനത്തിന്റെ തിട്ടമുണ്ടോ? ബഹുനിശ്ചയമുണ്ടോ? എന്നിട്ട് പാരീസിലേക്ക് അയക്ക്. IELTS പഠിക്കുന്നത് തെറ്റല്ല, പഠിച്ചോ. അത് പഠിച്ച് പാരീസിലേക്ക് പോകുന്നതിന് മുമ്പ് മകൾക്ക് വചന നിശ്ചയം വേണം. ഉപദേശ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകണം. ഒടുവിലെല്ലാം കഴിഞ്ഞ് പ്രസംഗം എല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് പരിചയപ്പെടുമ്പോ ഒരു വാത്സല്യ മാതാവ് പരിചയപ്പെട്ടു. ഒരു പേര് കേട്ട ശുശ്രൂഷകന്റെ ഭാര്യ, അത്രമാത്രം. ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു, നാട്ടു രീതിയിൽ നമ്മുടെ രീതിയിൽ ചോദിക്കും, മക്കളൊക്കെ എത്ര പേരാ അമ്മാമയെന്ന് ചോദിച്ചു. അവ പറഞ്ഞു 3 പേരാ. മൂത്തയാളുടെ കല്യാണം ഇങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ആള് എറണാകുളത്ത് IELTS പഠിക്കുന്നു. ഞാൻ എന്ത് പ്രസംഗിച്ചോ അത് തന്നെ. എന്ത് പഠിക്കുന്നു? ഫ്രഞ്ച് പഠിക്കുന്നു. പാരീസിലേക്ക് നഴ്സാകാൻ പോവാൻ. പിന്നെ ഞാൻ അറിഞ്ഞു ആ കൊച്ചു അഭിഷേകമൊന്നും പ്രാപിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പട്ടുപോകും. മറ്റ് കാര്യങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസിനേക്കാളും പ്രാധാന്യത്തെക്കാളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയെ വന്ന കുഞ്ഞുങ്ങളെ നാം അഭിഷേകത്തിലേക്ക് നയിക്കണം. അടുത്തത്, ചേർന്നിരുന്ന് ഉപദേശ രൂപങ്ങൾ അവരുടെ ചെവികളിൽ, അവരുടെ ഹൃദയത്തിലേക്ക് സ്റ്റോർ ചെയ്യുമാറ്, രജിസ്റ്റർ ചെയ്യുമാറ് നാം അവരെ പഠിപ്പിക്കണം, ഗ്രഹിപ്പിക്കണം. ഇല്ലെങ്കിൽ ശത്രുവിന്റെ മൈൻഡ്സ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ബാംഗ്ലൂരാകുന്ന പട്ടണത്തിലൊക്കെ വന്ന് അവനാൽ ആക്കപ്പെട്ട അനേക സഭകൾ എന്നുള്ള പേരിലിരിക്കുന്ന അനേക സംഘങ്ങൾ അവിടെ ഉണ്ട്. അതിനകത്തേക്ക് മക്കൾ വന്ന് കയറിയാൽ ആയുസ് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയുള്ള വൻ മെഗാ ചർച്ചുകളിൽ നിന്ന് പല പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. 11,000 പേരുള്ള സഭയിൽ നിന്ന് മെഗാ പ്രോഗ്രാമുകളിൽ നിന്ന് സത്യസുവിശേഷം യഥാർത്ഥമായി പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ 2 കൈയെടുത്ത് തലയിൽ വെക്കുക. കേൾവിക്കാരൻ ഭയന്നുപോയി. അവർ കേട്ടത് വേറെ പലതുമാ. എന്നാൽ യഥാർത്ഥ ഉപദേശവും വചനവും കേട്ടു വന്നപ്പോ അവിടെ ഹൃദയത്തിൽ വൻ പരിവർത്തനങ്ങളുണ്ടായി. പറഞ്ഞു വന്നത്, മടങ്ങി വരണം. തൃശൂരിലെ സഭ, തൃശൂരിലെ കൂട്ടം, കേരളത്തിലെ കൂട്ടം, ഇന്ത്യയിലെ കൂട്ടം, ലോകമെമ്പാടുമുള്ള ദൈവസഭ മടങ്ങി വരണം. ദൈവ വചനത്തിലേക്ക് മടങ്ങി വരണം. ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിന്റെ അരുളപ്പാടാണ്, ഓർഡറാണ്. ഞാൻ ശാന്തമായി താഴ്മയോടും വിനയത്തോടും നിങ്ങളുടെ പാദം ചുംബിക്കാൻ അവസരം കിട്ടിയാൽ ഐ ആം റെഡി. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ സ്വർഗത്തിന്റെ പ്രതിപുരുഷനാണ്. പറയുന്ന വാക്കുകൾക്ക് കനമുണ്ടാകും, അതിന് തൂക്കമുണ്ടാകും. അത് സ്വർഗീയ ഗൗരവം അതിലൂടെ നിഴലിക്കണം. ആ നിഴലിക്കണമെന്ന ബോധ്യം കൊണ്ട് പറയുകയാണ്, സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, മടങ്ങി വരണം. ഞാൻ വിശദീകരിക്കും. പ്രാരംഭത്തിൽ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ മടങ്ങി വരണം. പലതിലും മടങ്ങി വന്നേ തീരൂ. 119 സങ്കീർത്തനം അതിന്റെ 7 വാക്യം, Psalms 119:7 വായിച്ചാണ്. മടങ്ങി വരണം, കമ്പൽസറി, നിർബന്ധം. ഒരലിവുമില്ല, ഒരു എക്സ്ക്യൂസുമില്ല, മടങ്ങി വന്നേ തീരൂ. 119 സങ്കീർത്തനം അതിന്റെ 7 വാക്യം, നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നീതിയുള്ള വിധികളെ, ദൈവത്തിന്റെ പ്രമാണം പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക്, ആ പരമാർത്ഥ ഹൃദയം ലഭിച്ചിട്ട് സ്തോത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ ചട്ടവും പ്രമാണവും പഠിച്ചിട്ട് ആരാധിച്ചാൽ മതി. കോപിക്കരുത്. ദൈവത്തിന്റെ ചട്ടവും പ്രമാണവും ഗ്രഹിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആരാധിച്ചാൽ മതി. തത്രപ്പെടണ്ട.
ഉപദേശമുണ്ട് ആരാധനയിൽ. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ തെറ്റിച്ചൊരു കൂട്ടര ഈ ഇസ്രായേല്. നമുക്കറിയാവുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തില് മോശ പർവ്വതത്തിൽ നിന്ന് പ്രമാണം വാങ്ങുകയാണ്. ആരാധന മുതൽ സകല കാര്യങ്ങളിലും ഇസ്രായേൽ മുന്നോട്ട് ഗമിക്കേണ്ടത് എങ്ങനെയെന്ന പ്രമാണം സ്വർഗത്താൽ മോശയ്ക്ക് കൊടുക്കുന്നു. ആ സമയം പുറപ്പാട് 32-ന്റെ 5-6 വാക്യങ്ങൾ താഴ്വരയിൽ നടന്ന കാര്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നിന്റെ വിധികളെ അറിഞ്ഞിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യാൻ എന്ന് പറയുന്നത് നിന്നെ ആരാധിക്കാൻ എനിക്കിടയാകണം. വായിച്ചാണ്. അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. കേൾക്കണേ, ഈ കക്ഷി അറിയുമല്ലോ. അഹരോൻ, എബ്രായ ലേഖനം പറയുന്ന ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ കൈവെപ്പ് ലഭിച്ച ഇസ്രായേലിന്റെ മഹാപുരോഹിതനായ അഹരോൻ പറയുകയാണ്. വായിച്ചാട്ടെ. അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു. ചരിത്രം അറിയാം. ചരിത്രം അറിയാത്ത ആരും ഇവിടെയില്ല. അതികാലത്തെ എഴുന്നേറ്റു. 10 മണി 11 മണിന്നൊന്നും അല്ല പരിപാടി. അതികാലത്തെ ഹോമയാഗം നടത്താൻ പ്രമാണം ലഭിക്കും മുമ്പ്, കാര്യങ്ങൾ ഗ്രഹിക്കും മുമ്പ് പ്രമാണരഹിതമായ കൂത്ത്, പ്രമാണരഹിതമായ കളിയും ചിരിയും തമാശയും നേരം പോക്കും നടക്കുകയാണ് താഴ്വരയിൽ. ആയിരങ്ങൾ പട്ടുപോകുന്നു. പ്രമാണം പാലിക്കേണ്ടവൻ തന്നെ. അതിന്റെ 25-ാം വാക്യം, എക്സോഡസ് 32:25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ടു കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അഹരോൻ ജനത്തെ ഉപദേശത്തിൽ നിന്ന് കെട്ടഴിച്ചു വിട്ടു. അഹരോൻ ജനത്തെ കെട്ടഴിച്ചു. മോശ പർവ്വതത്തിൽ ഉപദേശത്തിന്റെ പൂർണ്ണത വാങ്ങുക, കയ്യിലേറ്റു വാങ്ങുക. ആ സമയം താഴ്വരയിൽ ദൈവത്താൽ ആക്കപ്പെട്ട ആത്മീക നേതാവ് തന്നെ, ദൈവത്താൽ ആക്കപ്പെട്ട, കൽപ്പിച്ചാക്കിയ, ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കേണ്ട, പക്ഷപാതം ചെയ്യേണ്ട മഹാപുരോഹിതൻ ജനത്തെ കെട്ടഴിച്ചു വിടുന്നു. അത് സംഭവിക്കുകയപ്പോ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഇടയിൽ. നമ്മുടെ ദേശത്ത് അതെല്ലാം അതിശക്തമായി നടക്കുകയാണ്. ഇരമ്യാവിന്റെ ഹൃദയത്തിലെ ഭാരം പോലെ ഭാരം അകത്ത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞാൻ ഈ ആമുഖത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. എത്ര മഹത്വത്തോടെ ഇറങ്ങി വന്ന ജനമാ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് 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 മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാ. അവരുടെ നായകൻ ദൈവസാന്നിധ്യത്തിന്റെ നടുവിൽ ഇരിക്കുമ്പോൾ ഈ പുരോഹിതൻ അവരെ കെട്ടഴിക്കുകയാണ്. പ്രമാണം അറിയാത്ത ആരാധനകൾ കെട്ടഴിക്കലിന് തുല്യമാണ്. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെന്നാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരെയും പരപ്രേരണയാൽ നാം ആരാധിപ്പിക്കാനായി ഉത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അത് തിരുവചനത്തിന്റെ ഉപദേശമല്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യം, 119-ാം സങ്കീർത്തനത്തിന്റെ 7 ഒന്നുകൂടെ ഞാൻ ഈ 10-ാം അധ്യായം ഹീബ്രു 10:22 അവിടെ വെച്ച് ഒന്നുകൂടെ വിശദീകരിച്ച് കേൾപ്പിക്കാം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. നാം ജീവനുള്ള ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കണമെങ്കിൽ നമുക്കൊരു പരമാർത്ഥ ഹൃദയം വേണം. ആ പരമാർത്ഥ ഹൃദയം നമുക്ക് ലഭിക്കുന്നത് യേശുവിന്റെ പരമയാഗത്താൽ, ഒഴിക്കപ്പെട്ട തിരുരക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ നമുക്കൊരു പരമാർത്ഥ ഹൃദയം ലഭിക്കുന്നില്ല. അതിന് മുകളിൽ ഒരു വാക്കുണ്ട്, നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരാത്ത എല്ലാ സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും മനസാക്ഷി ദുർമനസാക്ഷിയാണ്. ആ ദുർമനസാക്ഷിയിൽ ജീവനുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പ്രമാണമില്ല. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 4-ാം വാക്യം, 2 തിമോത്തി ചാപ്റ്റർ 1:4. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ വരാത്തവന്
ആദ്യം വായിച്ച സങ്കീർത്തനവും എബ്രായ ലേഖനത്തിന്റെ ഭാഷയിൽ ഒരു പരമാർത്ഥ ഹൃദയവും ഒരു നിർമ്മല മനസാക്ഷിയിൽ ലഭിക്കുമോ? ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുക. ലഭിക്കുമോ സഹോദരങ്ങളെ, സഹോദരിമാരെ? അങ്ങനെ ഒരു നിർമ്മല ഹൃദയം ലഭിക്കുമോ? ദുർമനസാക്ഷി മാറുമോ? കഴിഞ്ഞ മാസം ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു, അവിടെ ഒരു വലിയ പെന്തക്കോസ്റ്റൽ കൺവെൻഷന് എനിക്ക് വേണ്ടപ്പെട്ടവരും പ്രിയരായവരും എല്ലാമാണ് നടത്തുന്നത്. വലിയ വലിയ ആളുകളെല്ലാം ഇരിക്കുന്നു. പാട്ട് പാടാൻ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നവരെല്ലാം CSIക്കാര്, പാടുന്ന പെങ്കൊച്ച് കത്തോലിക്ക പെങ്കൊച്ച്. കാര്യം മനസ്സിലാക്കിയപ്പോ ഞാൻ അതിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇത് അനുചിതം, ദൈവം പൊറുക്കത്തില്ല, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. അപ്പോ അവര് പറയാ, നമ്മുടെ ഇടയിൽ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മുട്ടാനും തട്ടാനും പറ്റിയവരുടെ എണ്ണം കുറവാണ്, പിന്നെ പാട്ട് പാടാൻ അതിനുള്ള വാസനയുള്ളവരും കുറവാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടിയ ആളെ വെച്ച് പാടുന്നു. ദൈവവചനം പറയുന്നത് അന്യൊരുത്തൻ എന്റെ നാമം നാവിലെടുക്കണ്ടെന്നാണ്. ദൈവത്തിന്റെ വചനപ്രകാരം വീണ്ടും ജനനം പ്രാപിച്ച് ദൈവകൃപയിലേക്ക് വരാത്ത ഒരുത്തൻ ആരാധനയോടുള്ള ബന്ധത്തിൽ, ഇതൊരു ഉപദേശ വിഷയമാണ് പറയുന്നത്, ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ വാക്യങ്ങൾ ധാരാളം മതി നിങ്ങൾക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനുമാണെങ്കിൽ ധാരാളം പറയണം. എന്നാൽ ഇത്രയും വെച്ചുകൊണ്ട് നിങ്ങൾ പിന്നത്തേതിൽ ഭവനത്തിൽ പോയി ഒന്ന് ധ്യാനിച്ചാൽ അല്പം മുമ്പ് കേട്ട സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്കൊരു ബോധ്യം നൽകും. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ പ്രിവിലേജാണ്, അവകാശമാണ് ജീവനുള്ള ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ ദുർമനസാക്ഷി മാറി നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുക എന്നത്. ഇത് ഞാൻ ഇവിടെ തൃശൂർ കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ നിന്ന് എളിയവനായ ഞാൻ, ഇത്രയും പോകുന്ന ചെറിയവനായ ഞാൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്ത് ഇന്ന് വൈകുന്നേരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ കേരളത്തിലെ ഒരു പെന്തക്കോസ്റ്റ് ചാനലായ ഹാർവസ്റ്റ് ചാനലിന്റെ മേൽനോട്ടത്തിൽ ഇന്നു മുതൽ വിശുദ്ധ വാരാചരണം നടക്കുകയാണ്. അവരുടെ ടെലിവിഷനിലുള്ള പരസ്യം കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. ഇന്നു മുതൽ ഈ ഞായറാഴ്ച വരെ പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ വാരാഘോഷം. ആ വാരാഘോഷത്തിൽ മെയിൻ സ്ട്രീമിലുള്ള പെന്തിക്കോസില് കേരളത്തില് നേതാക്കന്മാരായ പ്രിയരായ ചിലരെ അവരുടെ ശുശ്രൂഷയുടെ 25 വർഷത്തെ ഓർത്ത് അവർ ആദരിക്കുന്നു. ആ ആദരിക്കുന്ന ചടങ്ങിലെ മെയിൻ പ്രീച്ചേഴ്സ് കോട്ടയത്തുള്ള ദിവ്യന്മാരായ 2 പേരുമാണ് മെയിൻ പ്രസംഗകർ. കൂട്ടത്തിൽ ജ്ഞാനായ സമൂഹത്തിന്റെ മെത്രാപ്പോലീത്ത ആശംസ അറിയിക്കുന്നു. ചടങ്ങിന് കൊഴുപ്പേകാൻ ആരാധനയുടെ ആ നിറവ് കെട്ടഴിച്ചുവിടുന്നത് സുപ്രസിദ്ധ പിന്നണി ഗായകൻ, സിനിമാ ഗായകൻ MG ശ്രീകുമാർ. വണ്ടിക്കൂലിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് പോയി നമുക്കെല്ലാം ഒന്ന് കാണാമായിരുന്നു ആ പൂരം. അത് ആ താഴ്വരയിലെ പൂരത്തിന് തുല്യമായൊരു പൂരമാണത്. പ്രഭാതത്തിൽ എഴുന്നേക്കുമോ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ 10 ആകുമായിരിക്കും എഴുന്നേറ്റൊക്കെ വരണ്ടേ. അഗർവന് തിടുക്കമായിരുന്നു, ഇവർക്കിപ്പോ അത്ര തിടുക്കമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തല്ലോ. 25 വർഷത്തിന്റെ പൊട്ടം മെത്രാപ്പോലീത്തയാലും മറ്റ് പല ആളുകളാലും ലഭിക്കാൻ പോകുന്നു. ഏതുപദേശം? ഇസ്രായേൽ ഉപദേശത്തിൽ നിന്ന് പിഴച്ചു, വഴി പിഴച്ചു. ഇന്നലെ മുതൽ നമ്മൾ കേട്ടു എഫ്രൈമിനെ കുറിച്ച്. എഫ്രൈം മറിച്ചിടാത്ത ദോഷയായിപ്പോയി, ഗുണകരമല്ലാത്ത അനുഭവത്തിലേക്ക് എഫ്രൈം പോയി. എഫ്രൈമിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് 78 സങ്കീർത്തനം 9 വാക്യത്തിലുണ്ട്. 78 സങ്കീർത്തനം സാം 78:9. എഫ്രൈമിനെ കുറിച്ച് മനോഹരമായൊരു വാക്യം. മടങ്ങി വരണമെന്ന് പറയുമ്പോൾ പണ്ടത്തെ നല്ല കാലം, യുദ്ധത്തിന് മുൻനിരയിൽ നിന്ന് യുദ്ധം നയിച്ച എഫ്രൈമിനെ കുറിച്ച് എഴുതിയിരിക്കുക. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. സഹോദരങ്ങളെ, വില്ലും വാളും കുന്തവും പരിചയം സകലതും കയ്യിലുണ്ട്. വചനമാകുന്ന വാളുണ്ട്, അന്യഭാഷയുണ്ട്, സകല ഭാഷയുണ്ട്, മറുഭാഷയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ യുദ്ധ ദിവസത്തിൽ എത്ര വലിയ പടയാണെങ്കിൽ എന്നെ അമേരിക്ക ആയ എന്താ, റഷ്യ ആയ എന്താ, ചെറിയ രാജ്യത്തിന്റെ മുമ്പിൽ തോറ്റോടിക്കഴിഞ്ഞാൽ ആയുധമെല്ലാം കയ്യിൽ വെച്ച് തോറ്റോടിയിൽ ഇതിൽ പരം നാണക്കേടുണ്ടോ? അനേക യുദ്ധങ്ങൾ ജയിച്ച മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ ശക്തമായ കോട്ടയുടെ ഉടമസ്ഥരായ എരീഹോക്കാരുടെ നെഞ്ച് ഉരുകിയെന്നാ വായിക്കുന്നത്. അവരുടെ ഹൃദയം ഉരുകിപ്പോയി. ആ ഉരുകിപ്പോയ ജനം ഇപ്പോൾ ആയുധം കയ്യിൽ വെച്ച് എങ്ങോട്ട് പോയിന്നാ വായിച്ചാട്ടെ ഒന്നുകൂടെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി.
പിന്തിരിഞ്ഞു പോയി. സംഭവം എല്ലാം കയ്യിലുണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില്. പക്ഷെ യുദ്ധത്തിൽ നിൽക്കാൻ കപ്പാസിറ്റി ഇല്ല. എതിരാളിയുടെ ഒരു ചെറിയ അനക്കം അകലെ കാണുമ്പോഴത്തേക്കോ ആകെ നീറുകയാണ്, നമ്മുടെ ഉരുക. അപ്പോ ഉരുകി 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 നമ്മൾ ഓടുകയാണ്. കാരണം 10-ാം വാക്യം, 10th verse, 10-ാം വാക്യം, അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. കേട്ടില്ലേ? ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനകളെ, അവന്റെ ഉപദേശത്തെ, മാറ്റമില്ലാത്ത കലർപ്പില്ലാത്ത ഉപദേശത്തിൽ ഉറച്ചു നിന്നില്ല. ആരും ഉറങ്ങരുത് പ്ലീസ്. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആയുധം കയ്യിൽ വെച്ച് ഉറങ്ങിയാലും അപകടമാണ്. ആയുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഴുത്ത് ശത്രു കൊണ്ടുപോകും. അതുകൊണ്ട് ജാഗ്രതയായി നാം ഉണരേണ്ട സമയമായി. ആരുണരും? സഹോദരങ്ങളെ, ഇന്നലെ മുതൽ അത് കേട്ടപ്പോൾ മെയിൻ സ്ട്രീമിലുള്ള, അല്ലാതെ എങ്ങും കേൾക്കാത്തതും അറിയാത്തതുമല്ല, നമ്മുടെ പ്രമുഖരിൽ പ്രമുഖരായ, എല്ലാത്തിലും എല്ലാമായ അവരാ ഇന്ന് പട്ടം മേടിക്കുന്നത്. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അദ്ദേഹം പാടുന്ന എൻ ജി ശ്രീകുമാറിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്നറിയാമോ? ഇത്രത്തോളം യഹോവ സഹായിച്ചു. എനിക്ക് പറയാൻ അറിയത്തില്ല. ഇത്രത്തോളം യഹോവ സഹായിച്ചെന്നുള്ള പാട്ടാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. അതേസമയം വാതാപി ഗണപതി എന്നുള്ളതും പാടും. രണ്ടും പാടും. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അത് കേട്ടിരുന്നിട്ട്. നമുക്കാർക്കും ഇവിടെ ഇരിക്കുന്ന നമുക്കാർക്കും യാതൊരു അസ്വസ്ഥതയും തോന്നുന്നില്ല. ദൈവത്തിന്റെ സഭയെ, മഹിമയുള്ള ശോഭാപൂർണയായ സഭയെ വിവസ്ത്രയാക്കുന്നത് കണ്ടിട്ട് നമുക്കാർക്കും ഒരു ഭാരമില്ല. എന്റെ പേര് ഇന്നലെ പറഞ്ഞതിന് ശേഷം അശേഷം ഒരു എക്സ്ക്യൂസ് ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം ഞാൻ 100 എക്സ്ക്യൂസ് കാല് വരെ പിടിച്ചു. പോയി റൂമിൽ ചെന്ന് എന്നെ എങ്ങനെയെങ്കിലും ദയവായി എന്നെ പ്ലീസ് 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 ഒരു കുഞ്ഞിനെ പോലെ ഞാൻ പറഞ്ഞു. അന്ന് അലിവ് കാണിച്ചില്ല. ഇന്ന് ഞാൻ ഒരു എക്സ്ക്യൂസും പറയാൻ പോയില്ല. എന്റെ ഹൃദയം ഭാരം കൊണ്ട് നിറയുകയാണ്. യൗവന പ്രായത്തിൽ ഉപദേശത്തിന്റെ അടുക്കെന്റെ അകത്ത് ദൈവം എഴുതി തന്നു. ദൈവവചനത്തിന്റെ ആഴമേറിയ മാർമീക രഹസ്യങ്ങൾ, ഉപദേശത്തിന്റെ ഗൗരവം എന്റെ അകത്ത് തന്നതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ ജനം, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ വിശുദ്ധ ജനം കലർപ്പിലേക്ക് പോകുന്നു. അതിനെ കൂട്ടിക്കുറക്കുന്നു. ചിലർ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ സാധുക്കളായ പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നത് എന്താ? എന്നെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തരത്, നീ എന്നാ ഉപദേശിയായേ? ഇവിടെ അതിലും വലിയ മഹാന്മാരെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെല്ലാം പൊട്ടന്മാരാണോ? എന്റെ മാതൃസഭയിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ്. 1 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു. കഴിഞ്ഞ 2 മാസം മുമ്പ് അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, നമുക്കൊരു വിശുദ്ധ പ്രമാണമുള്ളവരാ, ആ പ്രമാണത്തിൽ ഉപദേശത്തിൽ നിൽക്കേണ്ടവരാ നാം. അതുകൊണ്ട് ഞാനും നിന്നേക്കാൾ വലിയ ബിസിനസ്സുകാരനായിരുന്നല്ലോ. അതുകൊണ്ട് ബിസിനസ് എന്നെ പഠിപ്പിക്കണ്ട. നീ ചെയ്യുന്ന ബിസിനസ് വ്യാജമാണ്. അത് യഹോവയ്ക്ക് പ്രസാദമല്ല, അത് വിശുദ്ധമല്ല. കാരണം അദ്ദേഹം വലിയ ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെ പൊക്കത്തിൽ വെക്കും. കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ നമുക്ക് സബ്സിഡി റേറ്റിൽ ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് വേണ്ടി അനുവദിക്കുന്ന 400 സംതിങ് റുപ്പിയോ കൊടുത്ത് നാം വാങ്ങുന്ന കുക്കിംഗ് ഗ്യാസ് ഉയരത്തിലേക്ക് പൊക്കി വെച്ച് ചെറിയ സിലിണ്ടറിലേക്ക് അദ്ദേഹം നിറയ്ക്കും. അങ്ങനെ നിറച്ചിട്ട് ഈ ഓട്ടോറിക്ഷകളുടെ ബാക്കിൽ വെച്ച് അത് സെയിൽ ചെയ്യും, അവർക്ക് കൊടുക്കും. അപ്പൊ നല്ല ലാഭം കിട്ടും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിശ്വാസത്തിൽ വന്നവരാ. അദ്ദേഹത്തിന് ഒരു ചായക്കകത്ത് 1 സ്പൂൺ പഞ്ചസാര ഇടണമെങ്കിൽ 2 ആഴ്ച ആലോചിക്കണമായിരുന്നു വിശ്വാസത്തിൽ വരുമ്പോ. ഞാൻ വന്നപ്പോ എന്റെ കയ്യിൽ ലക്ഷങ്ങൾ ആസ്തി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ഇട്ട് മൂടാനുണ്ട്. എത്ര കോടി ഉണ്ടെന്നോ എന്തുണ്ടെന്നോ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പിടിയില്ല. അത്രമേൽ ദൈവം അദ്ദേഹത്തെ ലിഫ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. ഞാൻ അങ്ങ് താഴേക്ക് പോയി. ഇതൊക്കെ എന്റെ സ്വന്തമാണ്, ഇതെല്ലാം എന്റെ സ്വന്തമാണ്. ബാക്കി അധികം ഒന്നും ഇല്ലാതെയായി. എന്നാൽ ആത്മീകത്തിൽ എന്നെ അവൻ സമ്പന്നരാക്കി. ഈ ചപ്പെല്ലാം പോയപ്പോൾ ആത്മീകത്തിൽ ഉപദേശത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ കൊണ്ട് അവൻ എന്നെ ഒരു നിക്ഷേപകനാക്കി. വ്യാജമാണ് നിന്റെ പൈസ, ഇനി മേലാൽ ഈ യാഗപീഠത്തിൽ വെച്ചുപോകരുത്. എന്റെ അറിയായ്മയുടെ കാലത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഐ ആം സോറി, ഇനി മേലാൽ വെച്ചുപോകരുതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാ, ഞങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രശസ്തരായ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ. അവരാരും, അവരൊക്കെ 25-30 കൊല്ലത്തെ ശുശ്രൂഷയുള്ളവർ, വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറക്കുന്ന, അവരാരും പറയാത്ത
എന്നോടൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇതുപോലത്തെ പായിൽ ഒരുമിച്ച് വന്നതാ. എടാ പോടാന്നൊക്കെ വിളിക്കും ചിലപ്പോ. നീ എന്നാ ഉപദേശിയായെന്ന് ചോദിച്ചു. അതിനകത്തൊരു ന്യായമായ വാക്കുണ്ട്, ഉപദേശി. ഉപദേശം പഠിപ്പിക്കുന്നവനെയല്ലേ ഉപദേശി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഉപദേശം പറഞ്ഞു, ഇതെല്ലാം നരകത്തിലേക്കുള്ള വഴികളാണ്. ഒടുവിൽ എന്നോട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് കുറെ കാലം സംസാരിക്കാതിരുന്നു. അദ്ദേഹം പറയുന്നത്, ഈ കാര്യങ്ങൾ, ഈ ലോറിക്കണക്കിന് സിലിണ്ടറുകളെല്ലാം ബ്ലാക്കിൽ വരുമ്പോൾ സിവിൽ സപ്ലൈസോ പോലീസോ എക്സ്പ്ലോസീവോ ഈ 3 ഗ്രൂപ്പ് പിടിക്കണം. ഇവരാരും പിടിക്കാതെ ഈ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് സ്വർഗത്തിലെ ദൂതന്മാരുടെ കാവലിലല്ലേ സുഹൃത്തേന്ന്. നിങ്ങൾക്ക് ചിരി വരുന്നില്ല അല്ലേ? ചിരിക്കാവുന്ന കാര്യമല്ലല്ലോ ഇത്. ഈ കാര്യങ്ങളെല്ലാം ഈ വ്യാജം പ്രവർത്തിക്കാൻ ദൂതനെ ദൈവം അയച്ച് അദ്ദേഹത്തെ സമ്പന്നനാക്കിയെന്ന് ദൈവം അനുവദിച്ചാൽ, ഇതിന്റെ തുടർമാനമായി അടുത്ത ദിവസം സമയം അനുവദിക്കുന്ന പക്ഷം ബാലൻസ് തുറക്കും പുസ്തകത്തിൽ നിന്ന്. ഈ നേടിയെന്ന് പറയുന്ന ഈ നേട്ടത്തിന്റെ ചുരുളഴിക്കും. ഈ പുസ്തകം ഭംഗിയായി നമ്മുടെ മുമ്പിൽ അത് നിവർത്തിച്ചു കൊണ്ടുവരും. അപകടരേഖ നാം കാണും, കണ്ണുകൊണ്ട് കാണും. ആ വചനം നമ്മുടെ മുമ്പാകെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, ലൈസൻസ് ഇല്ലാത്ത നിയമപരമായ കാര്യങ്ങൾ, അതെല്ലാം ഉപദേശത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ജനം ഒരിക്കലും ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെ ഇരിക്കുമെന്ന് കേട്ടു. സത്യം സത്യം സത്യം. പക്ഷെ ഉപദേശത്തിൽ നിന്നെങ്കിലേ ഒക്കത്തുള്ളൂ. വ്യാജ പ്രവൃത്തികൾ കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവ് ബുദ്ധി തന്നെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മെ കോടീശ്വരനാക്കാനാണോ വന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആദ്യം എന്നെ ആക്കണം. ഞാൻ ഏതാണ്ട് ഉണ്ടായിരുന്നാണല്ലോ, ബാക്കിയും കൂടെ തന്നാൽ മതിയായിരുന്നല്ലോ. ഹീറോയിൽ നിന്ന് വരണ്ടല്ലോ. സഹോദരങ്ങളെ, ഉപദേശം ഗൗരവമാണ്. അടുത്തൊരു കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ. ഉപദേശം കാലങ്ങളായി കാത്തിരുന്ന് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പട്ടണത്തിന്റെ സൈഡിൽ 25 ലക്ഷം രൂപ കൊടുത്ത് സംതിങ് 20-25 സെന്റ് സ്ഥലം വാങ്ങി. 25 ലക്ഷം കൊടുത്ത് വാങ്ങിയ ആ ഭൂമി ആധാരം ചെയ്യുമ്പോൾ, ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ 25 കൊടുത്തെന്നുള്ളതിന് ആ വാങ്ങിയവനും കൊടുത്തവനും സ്വർഗവും സാത്താനും അറിയാം, സഖേലനും അറിയുന്നു. പക്ഷെ ഡോക്യുമെന്റ് ചെയ്യുന്നത് 10 ലക്ഷത്തിനാണ്. സൗകര്യമാരായ നിങ്ങൾക്ക് ആർക്കും ഈ കാര്യം മനസ്സിലാവില്ല. സോറി, ഇവർക്കെല്ലാം മനസ്സിലാകും. അങ്ങനെ ഒരു കാര്യപരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. 25 ലക്ഷം രൂപയുടെ ലാൻഡ് വാങ്ങിയ, ഞാനൊരു ഫാക്ടറി നടത്തിയ കാലത്ത് ഞാൻ ഫാക്ടറിക്ക് വേണ്ടി ലാൻഡ് വാങ്ങിയയാളാ. വാങ്ങിയത് എത്ര ലക്ഷത്തിനാണോ അത്രയും ലക്ഷത്തിന് തന്നെ ഡോക്യുമെന്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. 25 ലക്ഷം രൂപയ്ക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കൂടിവരവിന് കെട്ടിടമൊരുക്കാൻ പണിയുന്ന സ്ഥലത്ത് 10 ലക്ഷത്തിന് വ്യാജ പ്രമാണം തഹസീൽദാറിനോട് പറഞ്ഞ് ചെയ്യിച്ചിട്ട് അവിടെ സാന്നിധ്യം വരണമെന്ന് പ്രാർത്ഥിച്ചാൽ ഏത് സാന്നിധ്യം വരും? സാത്താൻ വരും എന്ന് പറഞ്ഞു ഞാൻ അവരോട്. എന്റെ കൂട്ടുസഹോദരന്മാരോടാ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നിനക്ക് സാത്താനാണ്, എന്റെ കൂടെയാ സാത്താനെന്ന്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാവരും കെട്ടുന്നില്ലേ? പള്ളികളും അമ്പലങ്ങളും ഒക്കെ കെട്ടുന്നില്ലേ? അവരെല്ലാം ഇങ്ങനെ 100% എന്ന് പറഞ്ഞാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഐ ആം സോറി സഹോദര എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട ഞങ്ങളുടെ ലോക്കൽ ഉപദേശിയും ആമയും പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ, അയാൾക്ക് കിറുക്ക, അയാൾ എക്സ്ട്രീമാ സംസാരിക്കുന്നതെന്ന്. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണോ ഈ പുസ്തകം എന്ന് ഞാൻ ചോദിച്ചപ്പോ മറുപടി പറഞ്ഞു, ഇത് പറയുന്ന കാര്യമൊക്കെ മനുഷ്യനെ കൊണ്ട് പറ്റുമെന്ന്. അപ്പൊ പിന്നെ ഇതുമായിട്ട് എന്തിന് നടക്കുന്നു സുഹൃത്തെന്ന് ചോദിച്ചപ്പോൾ, നീ മുട്ടായുക്തിയാ പറയുന്നത്. നാം മടങ്ങി വരണം, മുട്ടായുക്തിയല്ല. എന്റെ ഹൃദയമായി എന്റെ പ്രിയന് വേണ്ടി വെമ്പുന്നത് കൊണ്ടാ പറഞ്ഞു കൊടുത്തത്. ഇത് നിങ്ങളുടെ മധ്യത്തിൽ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും സമൂഹത്തിലും ചുറ്റുപാടും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളായി കൈവച്ചിട്ടുള്ള ചിലതിലെല്ലാം ആത്മാവ് സ്പർശിക്കുകയായിരിക്കാം ഒരു പക്ഷേ. ഇപ്പോൾ കൈയെടുത്ത് മാറ്റുക. വ്യാജ പ്രമാണങ്ങളിൽ ഒപ്പിടാൻ പേന പിടിക്കല്ലേ. വ്യാജമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വിരലുകൾ യൂസ് ചെയ്യരുതേ. തൊട്ടുപോകരുത്. വിശുദ്ധ പ്രമാണമുള്ള ജനതയാ നാം. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. യുദ്ധങ്ങളിൽ ജയിച്ചു മുന്നോട്ട് പോകേണ്ടവരാണ്. ആയുധം കയ്യിലിരിക്കുമ്പോൾ തന്നെ നാം പരാജയപ്പെടുവാൻ ഇടയാകരുത്. കാലങ്ങൾ കടന്നുപോയി. ഇരമ്യാവും മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു. ഒടുവിലത്തെ പ്രവാചകന്മാരുടെ ഗണത്തിലേക്ക് മലാഖി വരുന്നു.
മലാഖിയുടെ കാലം വന്നപ്പോൾ BC 425 അടുത്ത കാലം. മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ച്, മലാഖിയുടെ കാലഘട്ടം വന്നപ്പോൾ, മലാഖി 2:7, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലോ. ചോദിക്കണമെന്നുള്ളത് നമ്മുടെ ഭാഗത്തെ ഒരു വിഷയം. ചോദിച്ചാൽ അവൻ പറയണമെന്നുള്ള അടുത്ത വിഷയം. അറിഞ്ഞിട്ട് വേണ്ടേ പറയാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? ഞാൻ ഈ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറയുന്നത്, കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ സബ്സിഡി റേറ്റിൽ 1000 രൂപയുടെ സാധനം 400 രൂപയ്ക്ക് തരുന്നത് നമുക്ക് ബസ്സേൽ വെച്ച് ഓടിക്കാനും കാറയിൽ വെച്ച് ഓടിക്കാനും ഇങ്ങനെ വ്യാജ ഊച്ചൂച്ചി അങ്ങനെ കൊടുക്കാനും ഇങ്ങനെ കൊടുക്കാനും സമ്പന്നനാകാനും അതുകൊണ്ട് കൺവെൻഷൻ നടത്താനും അല്ല. അപ്പൊ അത് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശി എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ നോക്കി ഇവിടെ വല്ലതും നടക്കുമെന്ന്. ഒന്നുകൂടെ വായിച്ച് സഹായിക്കാവോ? പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനായ ആകയാൽ, ദൈവത്തിന്റെ പ്രതിനിധിയാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ജീവനും മരണവും അവന്റെ നാവിലിരിക്കുന്നു. ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. ഉപദേശം ചോദിച്ചു പഠിക്കണം നാം. അവൻ പഠിപ്പിക്കണം, നാം ചോദിക്കണം. എന്നാൽ എന്താ സംഭവിച്ചത്? 6-ാം വാക്യം, നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റൻസ് ആണ്. പഴയകാലം, ഭൂതകാലം ഉണ്ടായിരുന്നു. പണ്ടേയുള്ള കാലം, ആ മോശ നടത്തിക്കൊണ്ടുവന്ന കാലം, ദാവീദ് നടത്തിയ കാലം, പണ്ടേയുള്ള കാലം ഉപദേശം ഉണ്ടായിരുന്നു. നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. നീതികേട് ഉണ്ടായിരുന്നില്ല. ലേവിയുടെ അധരങ്ങളിൽ നീതികേട് ഉണ്ടായിരുന്നില്ല. കൈകളിൽ നീതികേട്, മലിനത, അശുദ്ധി ഇല്ലായിരുന്നേ. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കി. അങ്ങനെ ഒരു പഴയ കാലം. എന്നാൽ ഇന്ന് അകൃത്യത്തിൽ പുരോഹിതന്, പ്രവാചകന്, സകലത് പണത്തിന് വേണ്ടി വ്യാജം പ്രവർത്തിക്കുന്ന കാലം. അതിന്റെ 8-ാം വാക്യം, മലാക്കി 2:8, നിങ്ങളെ വഴിവിട്ടു മാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി പാതകളിലേക്ക് മടങ്ങി വരുവേൻ. പുരോഹിതന്മാരെന്നും പ്രവാചകന്മാരെന്നും അഭിമാനിക്കുന്നവരെ, നിങ്ങൾ എന്റെ ജനത്തെ വഴിവിട്ട് നടക്കുമാറാക്കി. പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പിതാക്കന്മാരിട്ട ഉപദേശത്തിന്റെ അടിത്തറകൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. മാനുഷികമായ ഉപദേശങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും തുടരുത്, പിടിക്കരുത്, ഇരിക്കരുത്, പോകരുത്, വരരുത്, അനേക തത്വസംഹിതകൾ നാം ഉണ്ടാക്കി. നിങ്ങളെ വഴിവിട്ടു മാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഉപദേശത്തിൽ നിന്നും മറിഞ്ഞുപോയ എഫ്രൈമിന്റെ ചരിത്രം പുസ്തകം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ പ്രമാണത്തിൽ നിന്ന് കെട്ടഴിച്ചുവിട്ട ചരിത്രം പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹം, തന്റെ ഹിതം, അതവന്റെ ആലോചന സഭയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് തന്റെ ജനത്തെ അത് പഠിപ്പിക്കാൻ ഉപദേശ രൂപേണ അവൻ വായി തുറന്നപ്പോൾ അവരിൽ നിന്ന് ഉപദേശം പൊഴിഞ്ഞെന്ന ഈ വചനം പഠിപ്പിക്കുന്നത്. യേശു വായി തുറന്നപ്പോൾ അവനിൽ നിന്ന് ഉപദേശം പുറപ്പെട്ടു. നമ്മൾ ഇന്ന് ഇമോഷണൽ ആയിട്ട് എന്തെല്ലാം പ്രസംഗിക്കുന്നു. വികാരത്തിന്റെ തിരത്തള്ളലിൽ അനേക കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ നാം അപ്സൈഡ് ഡൗൺ സൈഡ് ആക്കുന്നുണ്ട്. സംഭവം ശരിയാ, കീഴ്മേൽ മറിക്കുന്നുണ്ട്. കീഴ്മേൽ മറിയുന്നു എന്നുള്ളത് സത്യം. പക്ഷെ ഉപദേശപരമായ അടുക്കും ചിട്ടയിലും അടിസ്ഥാനത്തിലും അവരെ നിർത്തുന്നുണ്ടോ? നമ്മുടെ ചരിത്രം പുറകോട്ട് പോകുമ്പോൾ, അപ്പൊ പുറകോട്ട് പോകുന്നതിനും അല്പം കൂടെ മുമ്പോട്ട് തന്നെ വരാം. ഇസ്രായേൽ ഇങ്ങനെ പരിതാപകരമായ നിലയിൽ നിന്നപ്പോൾ ദൈവം മറ്റൊരുവനെ തെരഞ്ഞെടുത്ത്, ഒടുവിലത്തെ കണ്ണിയായ യോഹന്നാനെ. എന്നിട്ട് ഞാൻ പുറകോട്ട് പോവാം. ആ യോഹന്നാനെ തെരഞ്ഞെടുത്ത് അവന്റെ ഹൃദയത്തിൽ ഈ ദൈവിക ആലോചനകളുടെ ഗൗരവം, ഗംഭീരം അവന്റെ അകത്ത് നിക്ഷേപിച്ചു. അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അവനെക്കുറിച്ചൊരു പ്രവചനം ലൂക്കോസ് 1:16 ലൂക്കോസ് 1:16, ലൂക്ക് 1:16. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. യോഹന്നാൻ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കും, പഴയ പാതയിലേക്ക് തിരിക്കും, ഉപദേശത്തിലേക്ക് തിരിക്കും. അതിനായി അവന്റെ മേൽ സ്വർഗം ഒരു അഭിഷേകം കൊടുത്തു.
യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് അവൻ വന്ന് ജനഹൃദയങ്ങളെ വീണ്ടും പഴയ പാതയിലേക്ക് വരുവാനുള്ള ആഹ്വാനം കൊടുക്കുന്നു. അവനാൽ ഒരു പ്രവചന സ്വരം വെളിപ്പെടുന്നു. യോഹന്നാൻ 1:29. യോഹന്നാൻ 1:29. ജോൺ 1:29. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്നുകൂടെ പറയാം, ഇതാ ഇസ്രായേലിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ. എന്നോട് കൂടെ ആരൊക്കെയോ പറഞ്ഞല്ലോ, അങ്ങനെയല്ല കേട്ടോ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടെന്ന പ്രവചന സ്വരം. ഇസ്രായേലിന് വേണ്ടി അല്ല യേശു വന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പക്ഷെ അതിനു മുമ്പേ ഇവിടെ പ്രവചനാത്മാവിൽ യോഹന്നാൻ എഴുതി, അവൻ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടായി. നമുക്കെല്ലാം വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെടുന്ന ആ കുഞ്ഞാടായി യേശു വരുന്നു. നമ്മയെല്ലാം ഉപദേശത്തിൽ ഇടറാതെ നിൽക്കാൻ, ഉറപ്പിച്ചു നിർത്താൻ, നമ്മുടെ അകത്ത് ഒരു വീണ്ടും ജനനാനുഭവം തന്ന് ദിവ്യാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന് നമ്മെ ഇടറാതെ നിർത്താൻ യേശു വരുന്നു എന്ന ആ പ്രവചന സ്വരം, ഭാഗ്യകരമായ ആ ശബ്ദം ലോകത്തോട് യോഹന്നാൻ പറയുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മാനവകുലത്തിന്റെ പാപപരിഹാരത്തെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ കയറി അവന്റെ രക്തത്താൽ നമുക്ക് മോചനം ലഭിച്ചു. അവൻ മൂലം നമുക്ക് പാപമോചനം ലഭിച്ചു. അത് 2000 വർഷമായി പ്രസംഗിക്കപ്പെടുന്നു. പ്രിയരെ, 2000 വർഷമായി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒരു പ്രസംഗത്തിന്റെ കാര്യം, അത് അല്പം മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ചുരുളൊന്ന് നിവർത്തിയിട്ട് വേഗം അവസാനിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുൻഗാമിയായ പ്രസംഗി നോഹ പ്രസംഗിച്ച കാലത്ത് ഏകദേശം ഒരു 100 വർഷക്കാലം അദ്ദേഹം പ്രസംഗിച്ചു. നമ്മൾ പറയുന്ന വീണ്ടും ജനനമോ പരിശുദ്ധാത്മാഭിഷേകമോ നോഹ പ്രാപിച്ചിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ലഭിച്ച ബോധ്യം, ആ കൃത്യത, അദ്ദേഹം കോൺസ്റ്റന്റായി നിന്നുകൊണ്ട് ആ വചനങ്ങളെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം മഴ പെയ്യാൻ പോകുന്നു, പ്രളയം ഉണ്ടാകാൻ പോകുന്നു. ദൈവത്താൽ എന്റെ ഉള്ളിൽ വരച്ച പിക്ചർ അനുസരിച്ച് ഞാനൊരു പെട്ടകം ഉണ്ടാക്കുന്നു. ആ പെട്ടകത്തിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അദ്ദേഹം അത് പ്രസംഗിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് അതൊരു ഉപദേശ രൂപേണ കൃത്യമായി കിട്ടിയത് കൃത്യമായി പാലിച്ചുകൊണ്ട് നോഹ ആ പ്രസംഗം തുടങ്ങി. ആദ്യ വർഷം പ്രസംഗിച്ചു, 5-ാം വർഷം പ്രസംഗിച്ചു. 5-ാം വർഷം എന്തുമായിരിക്കും പ്രസംഗിച്ചത്? ഈ സെയിം സബ്ജക്ട്. 10-ാം വർഷം പ്രസംഗിച്ചു. 15, 25, 50, 75, 99. മഴ പെയ്യുന്നതിന്റെ തലേ ആഴ്ച വരെ പ്രസംഗിച്ചത് ഈ ഒറ്റ സബ്ജക്ട്. കൃത്യതയുള്ള സ്വർഗത്താൽ ലഭിക്കപ്പെട്ട ആലോചന അങ്ങനെ തന്നെ മറനീക്കി കൃത്യതയോടെ അപ്പോസ്തലന്മാരുടെ ആരംഭ കാലഘട്ടത്തിൽ, ദൈവസഭയുടെ ആരംഭ കാലഘട്ടത്തിൽ അവരുടെ പ്രസംഗ വിഷയം അതൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4-5 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4-5 വാക്യം. Acts 8:4-5. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 23-ാം വാക്യം. 1 Corinthians 1:23. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ രണ്ടിടത്തും നാം വായിച്ചു. ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, പൗലോസ് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പിന്നെയും വാക്യങ്ങളുണ്ട്. തിമത്തിയോസ്, സിലനോസ്, എല്ലാവരും യേശു ക്രിസ്തുവിനെ ആരംഭത്തിൽ പ്രസംഗിച്ചു. അപ്പോസ്തലന്മാരുടെ ആരംഭ കാലഘട്ടത്തിൽ, ദൈവസഭയുടെ ആരംഭ സമയങ്ങളിലെല്ലാം അവരുടെ പ്രസംഗത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ വരച്ചു കാണിക്കുകയായിരുന്നു. അവരുടെ പ്രസംഗവേദികൾ, അവർക്കായി ഒരുക്കപ്പെടുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ, എല്ലാ ദിക്കിലും അവർ ആ കൃത്യമായി ലഭിച്ച ഉപദേശത്തിനൊത്തവണ്ണം യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ജഡത്തിലേക്ക് വഴുതി വീണ് പ്രസംഗം അന്യാധീനപ്പെട്ടുപോയി. പിന്നെയും ദൈവത്തിന്റെ കരുണയാലും കൃപയാലും പെന്തക്കോസ്തിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരു അമേരിക്കൻ മിഷണറിയായ ജോർജ് ബർജസ് കൊട്ടാരക്കരയിൽ വന്ന തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അനിഭാഷാ ഭാഷണത്തോടുകൂടി അദ്ദേഹത്തിന്റെ വായിലൂടെ ഒരു ശബ്ദം പുറപ്പെട്ടു. അങ്ങനെ പെന്തക്കോസ്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചു. കേരളത്തിന്റെ മണ്ണിൽ മലയാളികളുടെ പിതാക്കന്മാർ കേരളക്കരയിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവരുടെ പ്രസംഗ വിഷയം യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അവർ യേശുവിനെ പ്രസംഗിച്ചു, യേശുവിനെ മാത്രം ഉയർത്തി.
2011 വരുമ്പോൾ ഏകദേശം 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ 100 വർഷം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ആത്മപരിശോധന ഈ പകൽ നാം നടത്തിയാൽ നമ്മുടെ പ്രസംഗത്തിന്റെ കേന്ദ്രബിന്ദു നാം പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്നതോ ആരംഭിക്കുന്നതോ ഇടയിലോ വഴിയിലോ യേശു ക്രിസ്തു ഉണ്ടോ? നമ്മുടെ പിതാക്കന്മാരാൽ ലഭിക്കപ്പെട്ട പഴയ പാതയിൽ നിന്ന് അവർ പ്രസംഗിച്ചു, യേശു ക്രിസ്തു മാത്രം ദൈവം, അവൻ മാത്രം രക്ഷയ്ക്ക് നിദാനം, രക്ഷ ഉന്നതമാണ്, അത് ഇത്ര വലിയ രക്ഷയെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ആ രക്ഷ നമുക്ക് ചിന്തിക്കാനും കഴിയുന്നതിനും അപ്പുറമാണ്. രക്ഷയുടെ ആഴം, രക്ഷയുടെ സന്തോഷം അതവർ അനുഭവിച്ചാവോളം പ്രസംഗിച്ചു. എന്നാൽ 100 വർഷത്തിന്റെ പിൻകാലം ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ യൗവനക്കാരായ പ്രസംഗികൾ ആരെ പ്രസംഗിക്കുന്നു? നമ്മുടെ പോസ്റ്ററുകളിലും ഫ്ലെക്സ് ബോർഡുകളിലും കാണുന്ന സുന്ദരന്മാരായ ചോക്ലേറ്റ് പ്രസംഗകർ ആരെ പ്രസംഗിക്കുന്നു? അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ നമുക്ക് വേണ്ടി ഒരു തുള്ളി രക്തമൊഴുക്കിയോ? നമുക്ക് അവരെ കുറിച്ചാണോ, അവർക്ക് ലഭിച്ച നന്മകളെ കുറിച്ചാണോ, കനാനിൽ അവർക്ക് ലഭിച്ച ആ കാര്യങ്ങളാണോ നാം അറിഞ്ഞ് സന്തോഷിക്കേണ്ടത്? അതുപോലെ നിനക്കും കിട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ വികാരങ്ങളെ ഇളക്കുന്ന ഇളക്കലിൽ നാം വീഴണമോ? നാം വശംവദരാകണമോ? അതാണോ യഥാർത്ഥ ഉപദേശം? ചോദ്യം. സഹോദരങ്ങളെ, നാം പഴയ പാതയിലേക്ക് മടങ്ങി വരണോ? നാം വീണ്ടും ഉയർത്തേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. നമ്മുടെ പ്രസംഗവേദികളിൽ വരച്ചു കാണിക്കേണ്ടത് അവന്റെ മഹത്വത്തെയാണ്. ആ മഹത്വത്തിന്റെ മുമ്പാകെ ഒന്നിനും നിൽക്കാൻ കഴിയത്തില്ല. സുവിശേഷം അതിന്റെ നിലയിൽ ശക്തിയോടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ അതിന്റെ മുമ്പിൽ സകലതും മുട്ടുമടക്കും. കാളിചിരി, തമാശ, ചോക്ലേറ്റ്, കൊക്കക്കോള കൊടുത്തൊന്നും മുട്ടുമടക്കിക്കാൻ നോക്കരുത്. അതൊന്നും നടപ്പില്ല. അത് മടങ്ങലല്ല, അത് മുട്ടുമടങ്ങലല്ല, അത് നാമായി മടക്കുന്നതാ. അതല്ല ഈ പുസ്തകം പഠിപ്പിക്കുന്ന ഉപദേശം. അവനെ വരച്ചു കാണിക്കൂ. നമ്മുടെ വേദികൾ, സഭായോഗങ്ങൾ, ഇടയോഗങ്ങൾ, മാസയോഗങ്ങൾ, ആ യോഗങ്ങൾ, ഈ യോഗങ്ങൾ, സകല യോഗങ്ങളിലും നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ഊറ്റിയ നമ്മുടെ അരിമനാഥനെ വരച്ചു കാണിക്കൂ. നമ്മുടെ ജനങ്ങളുടെ, പ്രിയപ്പെട്ടവരുടെ, കൂട്ടുവിശ്വാസികളുടെ ഹൃദയം അവനാൽ പിടിക്കപ്പെടട്ടെ. അവൻ ഹൃദയങ്ങളിൽ അവനെ വിശുദ്ധീകരിക്കട്ടെ. അവനോടുള്ള പ്രിയം, പറ്റുമാനം, അവനോട് ഒട്ടിയിരിക്കുമ്പോൾ അവന്റെ ഹിതമറിയും. ആ ഹിതം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് പോകാനായിരിക്കില്ല. ആ പാട്ടും ഈ പാട്ടും മറ്റേ പാട്ടും കേൾക്കുമ്പോ തുടക്കി താളം പിടിക്കല്ലേ. പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. വഞ്ചനയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നു. നാം വഞ്ചിക്കപ്പെടും. കലർപ്പ്, കലർപ്പ്, കലർപ്പ്. നമ്മുടെ വിശുദ്ധി തകർക്കാൻ ആയുധം കയ്യിലിരിക്കുമ്പോ തന്നെ നാം പരാജയപ്പെടും. ആയുധം കയ്യിലിരിക്കുമ്പോ തന്നെ നാം പരാജയപ്പെടും. മടങ്ങി വന്ന് പ്രമാണത്തിൽ നിന്നാൽ അത് ജയമാണ്. ആ പ്രമാണത്തിന്റെ ഏരിയയിൽ, ആ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഒരുവരും നമ്മെ തൊടാൻ കഴിയത്തില്ല. ആ പ്രമാണത്തിന്റെ ഏരിയ ഐസിയ 33:40, ഏഷ്യ 33:14. പ്രമാണത്തിന്റെ ഏരിയ, പ്രൊട്ടക്റ്റഡ് ഏരിയ, അത് റെസ്ട്രിക്റ്റഡ് ഏരിയയും കൂടെയാണ്. ഏഷ്യ 33:14. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിലാർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിലാർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. അവിടെ പാർത്താൽ നാം ബോധ്യമുള്ളവരാകും. കാര്യങ്ങളെ നാം ഗ്രഹിക്കും. വഞ്ചനകളെ തിരിച്ചറിയും. സാത്താന്റെ കുതന്ത്രങ്ങളെ നാം തിരിച്ചറിയും. ആത്മാവിൽ തിരിച്ചറിയും. നാം ക്രോസ് മാച്ച് ചെയ്ത് നോക്കും. നാം പ്രമാണത്തോട് ഒട്ടിയിരുന്നാൽ, പ്രമാണത്തോട് ചേർന്നിരുന്നാൽ നാം കാര്യങ്ങളെ ക്രോസ് മാച്ച് ചെയ്യും. അപ്പോൾ മാച്ചാകത്തില്ല ഇന്നത്തെ പലതും. പിന്നെ എന്ത് ചെയ്യണം? മാച്ചായില്ല പിന്നെ എന്ത് ചെയ്യണം? നാടോടുമ്പേ സഹോദരങ്ങളെ, ഇത് പ്രസംഗിക്കുമ്പോൾ ബാംഗ്ലൂർ പട്ടണത്തിൽ ഞാൻ ഏകനായി നിന്ന് നാടോടാതിരിക്കുന്നവനാ.
വിശുദ്ധ പ്രമാണം. യൂദ പറയുന്നു, ആർ പോരാടും? ഇത്ര വലിയ വിശ്വാസത്തിന് വേണ്ടി, അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി ആർ പോരാടും? പോരാട്ട വീര്യം അകത്ത് നിറയണം. നമ്മുടെ അകത്ത് പോരാട്ട വീര്യം. ചുമ്മാ വെയിലത്ത് വന്ന് വാടിത്തളർന്ന് വീട്ടിൽ പോയിട്ട് കാര്യമില്ല. സമയം പോയെങ്കിലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 2006 ഈ ഗ്രൗണ്ടിന്റെ അങ്ങേ സൈഡിൽ നിന്നുകൊണ്ട് ഈ ഇരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഹൃദയം പൊട്ടി പ്രസംഗിക്കുന്നു തൃശൂരിലെ വിശുദ്ധന്മാരോട്, നിങ്ങൾ പാളയത്തിന് പുറത്തേക്ക് പോകുക. അന്ന് ഞാനിത് കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, ഈ പഞ്ചായത്തിലേ ഇല്ല. നിങ്ങൾ പാളയത്തിന് പുറത്തേക്ക് വരിക, നഗരത്തിന് പുറത്തു വന്ന് കഷ്ടം അനുഭവിക്കുക. തൃശൂരിലുള്ള പ്രിയപ്പെട്ടവർ, എന്റെ പ്രിയരായവർ ചെല്ലും ചെലവും പണവും വേർപ്പും അധ്വാനവും രക്തവും ഒഴുക്കി ആ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ച് അത് വീഡിയോയിൽ പകർത്തി എങ്ങനെയൊക്കെയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയ കൂട്ടത്തിൽ എവിടെയോ കിടന്ന് ആരോ പുറത്ത് എങ്ങനെയോ എന്റെ കൺമുമ്പിൽ അത് ഒരെണ്ണം വന്നു. ആ ഒരു പ്രസംഗമാണ്, ആ ഒരു CD-യാണ് ഇന്ന് പകൽ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു പ്രസംഗം എന്റെ കൂട്ടുസ്നേഹിതന്മാരായ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആരും അറിയാത്ത എന്റെ ചില സ്നേഹിതന്മാരെ ആത്മാവിൽ ചാർജ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഞങ്ങളൊരു സൈന്യമാണ്. അത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കാം. നമ്മൾ എന്ന് പറയുകയാണ് അതിന്റെ ഉചിതം. ഞങ്ങളെന്നല്ല പറയേണ്ടത്, അത് യോഗ്യമല്ല. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. വടി വെക്കുന്നിടത്ത് കുട വെക്കുന്ന ആ പരിപാടി പറ്റത്തില്ല. കാണുന്നതിന് കേൾക്കുന്നതിനും ആമയം പറയുന്നത് അവസാനിപ്പിക്കണം. ആ മീറ്റിംഗ് സംഘടിപ്പിച്ച, അതിന്റെ പുറകിലത്വദ്വാനം ചെയ്ത ആ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾക്ക് നിങ്ങളാൽ ലഭിച്ച അത് കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരു നന്മയായിരുന്നു ആ മെസ്സേജുകൾ. ഈ ലോകത്തെ ഒരുക്കാൻ സാത്താന്യ ശക്തികളോടുള്ള വൈരം ഞങ്ങളുടെ അകത്ത് കയറാൻ ആ പ്രസംഗങ്ങൾ ഉദകരിച്ചു എന്ന് നിങ്ങളോട് പറയട്ടെ. സംഘടിപ്പിച്ച നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നുണ്ടോ? സംഘാടകരെ, സകലതിനെയും ചപ്പെന്നെണ്ണാൻ കഴിയുന്നുണ്ടോ? പ്രമാണത്തിന് വേണ്ടി കഴുത്ത് പോയ പോട്ടെ എന്ന് പറയാൻ കഴിയുമോ? ബിസിനസ് തകർന്നാൽ തകരട്ടെ എന്ന് പറയാൻ കഴിയുമോ? അടുത്ത വർഷം കൺവെൻഷൻ നടത്തിയില്ലേലും വേണ്ടില്ല, നാം ലഭിക്കപ്പെട്ട ഉപദേശത്തിനും വചനത്തിനും അനുസരിച്ച് നിന്നാൽ അത് ജയമാണ്. ആ നിൽപ്പ് തന്നെ, ആ മൗനം തന്നെ ഒരു അലർച്ചയാകട്ടോ. നമ്മുടെ മൗനം പോലും ഒരു അലർച്ചയാണ്. പ്രമാണത്തിൽ, വിശുദ്ധിയിൽ, ഉപദേശത്തിൽ നാം നിൽക്കുമ്പോൾ അവൻ വിരണ്ടുപോകും. നാം നമ്മുടെ വലിപ്പം അറിയുന്നില്ല. നാം നമ്മുടെ വലിപ്പം അറിയുന്നില്ല. നമുക്ക് വരച്ചു കാട്ടി കിട്ടിയ പ്രമാണം, തേജോമയനായവന്റെ പ്രമാണം, അവന്റെ സ്വരൂപം ധ്യാനിച്ച് ഈ മരുഭൂയാത്രയിൽ പോയേണ്ടുന്ന നാമാണ് കെട്ടുകഥകൾ കേട്ട് രസിക്കുന്നത്. അവിടെ ഇവിടെയും കെട്ടുകഥ കേൾക്കാൻ പോകേണ്ടവരല്ല നാം. പോരാട്ടത്തോടെ നിൽക്കണം. ഞാൻ ആവേശത്തോടും ആത്മാവിൽ നിറഞ്ഞ് ശക്തിയോടെ പറയുന്നു, നാം പോരാടി നിൽക്കണം. അതിന് നാം ഉപദേശം പഠിക്കണം. സമയങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കണം. അഭിഷേകം പ്രാപിക്കണം. വചനത്തിന് മുമ്പാകെ മെഡിറ്റേറ്റ് ചെയ്യണം. മണിക്കൂറുകൾ. ബിസിനസ്സൊക്കെ അടയ്ക്ക്. ആഴ്ചയിൽ 6 ദിവസം മതി ബിസിനസ്. ഒരു ദിവസം വചനത്തിനും കൂട്ടായ്മയ്ക്കും ദൈവസാന്നിധ്യത്തിനും വേണ്ടി ചെലവഴിക്ക്. ഇല്ലെങ്കിൽ എല്ലാം പൊളിയും. അതെന്താ ഉപദേശി ഇത്ര തന്റെ ഇടത്തിൽ പറയുന്നതെന്നൊരു ചോദ്യം വരാം. ഞാൻ കൊടുത്ത എന്റെ ബിസിനസ് സ്ഥാപനം അത് മറ്റൊരാൾക്ക് കൊടുത്തു. അദ്ദേഹം പിന്നത്തേതിൽ വിശ്വാസത്തിൽ വന്നു. അവന്റെ ആത്മീയ പിതാവാ ഞാൻ. അവനെ വചനവും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് കൊണ്ടുപോയി. അത് വലിയ എനിക്ക് പോലും കാണാൻ പറ്റാത്ത നിലയിലേക്ക് അതങ്ങ് പൊങ്ങിപ്പോയി. ഞാൻ എത്രയോ മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ കേരളത്തിൽ വരുന്നു. 5 പേരുടെ കാണാനോ ഒരു കൂട്ടായ്മയ്ക്കോ കൈതരാനോ വരാൻ സമയമില്ല. പറക്കുകയായിരുന്നു. ഇപ്പോ കോടികളുടെ സാമ്രാജ്യം ഇപ്പൊ വേണം 7 ദിവസം പ്രസംഗത്തിന് വരാൻ തയ്യാറാണ്. അങ്ങനെ വേണ്ട. നേരത്തെ മുന്നറിയിപ്പ് തരിക. ദൈവവചനത്തിന്റെ കീഴിലിരുന്ന് ഈ ലോകത്തെ ഉപദേശിക്കേണ്ട നാം ഉപദേശം കർത്താവിനോട് ചോദിച്ച് പഠിച്ച് ഗ്രഹിച്ച് തിട്ടമുള്ളവരായി, ബഹു നിശ്ചയമുള്ളവരായി ഈ പട്ടണത്തിൽ പോരാട്ടത്തോടെ നിൽക്ക്. അത് പറയുമ്പോൾ ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. ഗലാത്യ ലേഖനം 2:5. ഗലേഷ്യൻസ് 2:5. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ശ്രദ്ധിക്കണേ. ആദിമകാലത്ത് കർത്താവിന്റെ ദാസൻ പൗലോസ് ഗലാത്യയിലെല്ലാം ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സഞ്ചരിക്കുമ്പോൾ
പരിച്ഛേദന എന്ന വാദം, പരിച്ഛേദന എന്ന ഉഗ്ര ദുരുപദേശം, ഉപദേശ പെശക് അവ്യാപകമായ നിലയിൽ വ്യാപിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രമാണികളിൽ പ്രമാണിയായ പത്രോസ് പോലും വഴിതെറ്റി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു മനുഷ്യൻ പറയാണ്, ഒന്നുകൂടെ വായിച്ചാണ്, സുവിശേഷത്തിന്റെ സത്യം, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ആ സത്യത്തിൽ നിങ്ങളും നിലനിൽക്കണം, ഞങ്ങളും നിലനിൽക്കണം, ഇളകാതെ നിൽക്കണം. നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ആ വാക്കിനകത്തൊരു വലിയ ഖനമുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും. ആ വാക്കൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒന്നുകൂടെ ഒന്ന് നോക്കി, ബൈബിളിലേക്കൊന്ന് ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, നിങ്ങളുടെ ബൈബിളിലേക്കൊന്ന് ശ്രദ്ധിച്ചേ, വേഗം നിങ്ങളുടെ ബൈബിളിലേക്കൊന്ന് ശ്രദ്ധിച്ച്. പൗലോസ് പറയാണ്, ഞങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളും ഒന്നുമില്ല, ഞങ്ങൾ മൈനോറിറ്റിയാ. ഓക്കെ, ഞങ്ങൾ മൈനോറിറ്റിയാ, മെജോറിറ്റി അല്ല. എങ്കിലും ഒന്നുകൂടെ വായിച്ചാട്ടെ. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. തൃശ്ശൂരിലെ വിശുദ്ധന്മാരോട് വെയിലുകൊണ്ട് ആവിയെടുത്ത് ചൂടത്തിരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൂട്ടുസഹോദരൻ എന്നുള്ള നിലയിൽ താഴ്മയോടും വിനയത്തോടും പറയാണ്, ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നു. ദൈവത്തിന്റെ വിശുദ്ധ സഭയെ വിവസ്ത്രയാക്കാൻ, മലിനയാക്കാൻ വരുന്നവരുടെ മുമ്പാകെ മുട്ടുമടക്കി കൊടുത്തില്ല എന്ന്. ഒരു പായസത്തിന് വേണ്ടി, ഒരു കഷ്ണം ഒപ്പത്തിന് വേണ്ടി ഞങ്ങൾ മുട്ടുമടക്കിയില്ല. തീ എങ്കിൽ തീ, വലിച്ചെറിയ. ഇതെല്ലാം പറയുമ്പോ എന്നോട് എന്റെ ഒരു സ്നേഹിതന് ഉപദേശിച്ച് പറയാം, ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയി പ്രസംഗിക്കുന്നതിന് കുഴപ്പമില്ല, കേരളത്തിലേക്ക് പിന്നെ വന്നു കഴിഞ്ഞൊരു മനുഷ്യൻ നിന്നെ അടുപ്പിക്കില്ലെന്ന്. സഹോദരങ്ങളെ, നേപ്പാളുണ്ട്, മ്യാൻമാറുണ്ട്, മാലിദ്വീപുണ്ട്, ഇന്തോനേഷ്യയുണ്ട്, ഉഗാണ്ടയുണ്ട്, അന്റാർട്ടിക്കയുണ്ട്, നൂറുകണക്കിന് രാജ്യമുണ്ട്. കേരളത്തിൽ വന്ന് പ്രസംഗിക്കണമെന്നുണ്ടോ? ആ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? ഞങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നെയൊന്നും ഞങ്ങൾ കേട്ടത്തില്ലെന്ന്. ഞങ്ങളുടെ നേരെ കഴിഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ട് പോയാൽ ഞങ്ങളുടെ അകത്തളങ്ങളിൽ വന്ന് നിന്നെ കൊണ്ട് ഞങ്ങൾ പ്രസംഗിപ്പിക്കത്തില്ല. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, കഞ്ഞുടി മുട്ടിപ്പോകുന്നു. പ്രസംഗിക്കുന്നോണ്ടാണോ കഞ്ഞി കുടിക്കുന്നത്? സഹോദരങ്ങളെ, ഞാൻ പ്രസംഗിക്കാത്തൊരു പഴയ കാലമുണ്ട് എനിക്ക്. ആരും അറിയാത്ത, ഏതും അറിയാത്ത 3-4 കൊല്ലം ഒരു മനുഷ്യൻ, ഒരു നായി പോലും എന്നെ അറിയാത്ത കാലം. അന്ന് ഞാൻ ചത്തില്ല, ജീവനോടെ ഉണ്ട്. ഞാൻ ജീവനോടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പ്രസംഗിക്കാതെ അന്ന് എന്റെ ദൈവം എന്നെ നടത്തിയെങ്കിൽ ഇന്നും നടത്തും, ഇനിയും നടത്തും. അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്, നാം പഴയ പാതയിലേക്ക് മടങ്ങി വരണം, പഴയ പാതയിലേക്ക് മടങ്ങി വരണം. ഉപദേശ സംഹിതകൾ നമുക്ക് ഗൗരവമാകണം. അനേക കാര്യങ്ങൾ എന്റെ കണ്ണും കൊണ്ട് ഈ കൊച്ചു കാലത്തിനുള്ളിൽ ഈ കേരളത്തിൽ വന്ന് ഞാൻ കണ്ടു. ഈ അടുത്തിടയ്ക്ക് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീമില് വലിയൊരു സെമിനാരിയുടെ പ്രോഗ്രാം, അതിന്റെ ഗ്രാജുവേഷൻ നടക്കുന്ന സമയത്ത് അവിടെ അവിചാരിതമായി പോകാനിടയായി. പോയപ്പോൾ കേരളത്തിലെ പ്രശസ്തരായ ഒത്തിരി പേരിരിക്കുന്നതിൽ 2 പേർ റവറന്റുമാർ, വലിയവർ, അവരുടെ 2 പേരുടെ നടുവിലേക്ക് ആന്റോ ആന്റണി MP-യെ വിളിച്ചിരുത്തി ആദരപൂർവ്വം ബഹുമാനിക്കുന്നു. അദ്ദേഹമാണ് പിന്നെ സദസ്സിനെ കയ്യിലെടുത്ത് കുറച്ചു നേരത്തേക്ക്. അത് ഉപദേശമല്ല. അപ്പോ അവിടെ നിന്ന് ചെറുപ്പക്കാരായ കുറച്ചുപേരോട് ഞാനൊന്ന് ഇന്ററാക്ട് ചെയ്തു. സഹോദരങ്ങളെ, വഞ്ചനയാണ്, ഇത് ശരിയല്ല. അപ്പോ ബദേൽ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനും എന്നിലും പ്രായം കുറഞ്ഞവനുമായ അദ്ദേഹത്തോട്, ആ സീനിയറിനോട്, പ്രായം കൊണ്ട് ജൂനിയറും അല്ലാത്തത് കൊണ്ട് സീനിയറുമായ അദ്ദേഹത്തോട് ഞാനൊന്ന് സംസാരിച്ചു, പ്രിയമുള്ളതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറയാ, നിങ്ങളെ പോലെയുള്ളവർ ഇങ്ങനെയൊക്കെ പറയും, ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവരുടെ എല്ലാം സപ്പോർട്ട് ഇല്ലാതെ ഒന്നൊരു കാര്യം നടക്കില്ല മോനെന്ന്. ഒരു സപ്പോർട്ടും ഒരു പിന്തുണയുമില്ലാതെ ഭാരതത്തിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ സഞ്ചരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. സ്വർഗം സൂക്ഷിക്കുന്നു. ഒന്നിനും മുട്ടില്ലാതെ ചിലപ്പോൾ മുട്ടിക്കാറുമുണ്ട്, അതിലും ഞാൻ രസിക്കാറുണ്ട്. മുട്ട് മാറുമ്പോൾ അതിലും രസിക്കാറുണ്ട്. സകേലത്തിൽ സ്തോത്രം മീൻസ് എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി, അതാ സന്തോഷം. പിന്നെ എന്തിനു ഭയപ്പെടുന്നു? അതുകൊണ്ട് അവർക്ക് ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. ഈ വചനങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് കടന്നു വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ശക്തിയേറിയ ശരം പോലെ കടന്നു വരുന്നു. അതുകൊണ്ട് ഈ പട്ടണത്തിന്റെ നടുവിൽ 2-2, 3-3, ശാസ്ത്രക്കോ മേശക്കോ അഭേദനമോ ഇനി 5-മോ 6-മോ ആരും വേണ്ട, 3-3 മതി. ഉപദേശത്തിനും വിശുദ്ധിക്കും പ്രമാണത്തിനും വേണ്ടി നിന്നാൽ സ്വർഗം ധന്യമായി.
ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടെന്നൊരു വാക്യം വായിച്ചു. ആ ദൈവ കുഞ്ഞാടിനെ കുറിച്ചാണ് നമുക്ക് പ്രസംഗിക്കേണ്ടത്. നാം മടങ്ങി വരേണ്ടത് അവിടേക്കാണ്. ആ ദൈവ കുഞ്ഞാടി ഭൂമിയിൽ വന്ന് നമ്മെ എത്ര സൗഭാഗ്യത്തിലേക്ക് ഉയർത്തി. അത് പേർത്തും ഓർത്തും ധ്യാനിച്ചും കരഞ്ഞും സന്തോഷിച്ചും മരുഭൂമിയിൽ മുന്നോട്ട് പോകേണ്ടവരാണ് നാം. പ്രമാണരഹിതമായ ഒരു യാത്രയല്ല. ആ പഴയ പാതയിൽ അവൻ നമ്മോട് കൂടെയുണ്ട്. ആ പാതയിൽ അവൻ നമ്മുടെ കൈപിടിക്കും. മടങ്ങി വന്നാൽ അവന്റെ ഹിതത്തിലേക്ക്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.